ദൈവം മതി എനിക്ക്, ഈ ദൈവം മതി എനിക്ക്, ഈ ദൈവം മതി എനിക്ക്, ഈ ദൈവം മതി എനിക്ക്, ഈ ദൈവം മതിയേ, ഈ ദൈവം മതിയേ ഈ മരുയാത്രയതിൽ. ഈ ദൈവം മതിയേ, ഈ ദൈവം മതിയേ ഈ മരുയാത്രയതിൽ. ഈ ദൈവം മതി എനിക്ക്, ഈ ദൈവം മതി എനിക്ക്, ഈ ദൈവം മതി എനിക്ക്, ഈ ദൈവം മതി എനിക്ക്, ഈ ദൈവം മതിയേ, ഈ ദൈവം മതിയേ ഈ മരുയാത്രയതിൽ. ഈ ദൈവം മതിയേ, ഈ ദൈവം മതിയേ ഈ മരുയാത്രയതിൽ. അബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, അബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം, ഏഴകളുടെ ദൈവം, ഈ ദൈവം മതി എനിക്ക്. അബ്രഹാമിന്റെ ദൈവം, ഏഴകളുടെ ദൈവം, ഈ ദൈവം മതി എനിക്ക്, 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 ഈ ദൈവം മതിയേ, ഈ ദൈവം മതിയേ ഈ മരുയാത്രയതിൽ. ഈ ദൈവം മതിയേ, ഈ ദൈവം മതിയേ ഈ മരുയാത്രയതിൽ. അബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, അബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം, ഏഴകളുടെ ദൈവം, എൻ ദൈവം മതി എനിക്ക്. യാക്കോബിന്റെ ദൈവം, ഏഴകളുടെ ദൈവം, ഈ ദൈവം മതി എനിക്ക്, 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 ഈ ദൈവം മതിയേ, ഈ ദൈവം മതിയേ ഈ മരുയാത്രയതിൽ. ഈ ദൈവം മതിയേ, ഈ ദൈവം മതിയേ ഈ മരുയാത്രയതിൽ. ചെങ്കാടൽ പിളർന്ന ദൈവം, ഫറവോനെ തകർത്ത ദൈവം, ചെങ്കാടൽ പിളർന്ന ദൈവം, ഫറവോനെ തകർത്ത ദൈവം, ഈ മരുയാത്രയിൽ തളരാതെ എന്നെ നടത്തുന്ന ദൈവം അവൻ. ഈ മരുയാത്രയിൽ തളരാതെ എന്നെ നടത്തുന്ന ദൈവം അവൻ. ഈ ദൈവം മതി എനിക്ക്, ഈ ദൈവം മതി എനിക്ക്, ഈ ദൈവം മതി എനിക്ക്, ഈ ദൈവം മതി എനിക്ക്, ഈ ദൈവം മതിയേ, ഈ ദൈവം മതിയേ ഈ മരുയാത്രയതിൽ. ഈ ദൈവം മതിയേ, ഈ ദൈവം മതിയേ ഈ മരുയാത്രയതിൽ. എല്ലാരും മറന്നിടിലും, ഉറ്റവർ തള്ളിയാലും, എല്ലാരും മറന്നിടിലും, ഉറ്റവർ തള്ളിയാലും, മറത്തണച്ചു ആശ്വാസം പകരുന്ന
എൻ ദൈവം മതി എനിക്ക്. മാറത്താച്ചു ആശ്വാസം പകരുന്ന ഈ ദൈവം മതി എനിക്ക്. 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 ഈ ദൈവം മതിയേ. ഈ ദൈവം മതിയേ. ഈ മരുയാത്രയിൽ 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 ഹല്ലേലൂയ. ഈ ദൈവത്തെ ആരാധിക്കുന്ന ഒരു മക്കളും ദൈവം തള്ളിക്കളയത്തില്ല. പുറപ്പാട് പുസ്തകം വായിക്കുമ്പോൾ അതിൻ്റെ 3-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും സുപരിചിതമായ വചനമാണ്. മോശ എന്ന ഭക്തൻ്റെ അടുക്കലേക്ക് യഹോവയാകുന്ന ദൈവം ഇറങ്ങി ചെല്ലുന്ന ഒരു അധ്യായമാണ് പുറപ്പാട് പുസ്തകം. അതിൻ്റെ 3-ാം അധ്യായം വായിക്കുമ്പോൾ അതിനകത്ത് നമുക്ക് എടുക്കാമോ? പുറപ്പാട് പുസ്തകം അതിൻ്റെ 3-ാം അധ്യായം വായിക്കുമ്പോൾ അതിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 12 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 12 മുതൽ വായിക്കാൻ വായിച്ചേ. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം മുതൽ. അതിന് അവൻ, ഞാൻ നിന്നോട് കൂടെയിരിക്കും. നീ ജനത്തെ മിസ്രൈമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ഈ പർവ്വതത്തിങ്കൽ ദൈവത്തെ ആരാധിക്കുമെന്നുള്ളത് ഞാൻ നിന്നെ അയച്ചതിന് അടയാളമാകുമെന്ന് അരുളി ചെയ്തു. മോശ ദൈവത്തോട് ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ ചെന്ന് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവന്റെ നാമം എന്തെന്ന് അവർ എന്നോട് ചോദിച്ചാൽ ഞാൻ അവരോട് എന്ത് പറയണമെന്ന് ചോദിച്ചു. അടുത്ത വരി. അതിന് ദൈവം മോശയോട് അടുത്ത വരി. ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്നിങ്ങനെ നീ ഇസ്രായേൽ മക്കളോട് പറയണമെന്ന് കൽപ്പിച്ചു. മതി. ഞാനാകുന്നു. ഹല്ലേലൂയ. ഞാനെന്ന് പറഞ്ഞ കർത്താവ് തോറ്റ കർത്താവല്ല, ജയിച്ച കർത്താവ് അത്രേ. ഹല്ലേലൂയ. എത്ര വിശ്വസിക്കുന്നുണ്ട്? നമ്മൾ ആരാധിക്കുന്ന കർത്താവ് തോറ്റ് നാണം കെട്ട ഒരു കർത്താവിനല്ല ആരാധിക്കുന്നത്, ജയിച്ച കർത്താവിനെയാണ്. ആ ജയാളിയായ കർത്താവിനെ ആരാധിക്കുന്ന മക്കൾക്ക് ഒരു ജയമുണ്ട്. എത്ര വിശ്വാസമുണ്ട്? ഹല്ലേലൂയ. സന്തോഷമുള്ളവരെല്ലാവരും കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. യേശു നമ്മുടെ കർത്താവ് തോറ്റ കർത്താവല്ല, പിന്നെയോ സ്വത്രം ജയിച്ച കർത്താവ് അത്രേ. ഏതെല്ലാം ഭാഗത്ത് ഉണ്ടോ അവിടെ നിന്ന് എല്ലാം ജയിച്ച ഒരാളെ ഉള്ളൂ. അതത്രേ ഞാൻ ആരാധിക്കുന്ന കർത്താവ്. ജയിച്ച പുസ്തകം അത്രേ വേദപുസ്തകം. നമ്മൾ കൊണ്ടു നടക്കുന്ന പുസ്തകം തോറ്റ പുസ്തകമല്ല, തോറ്റവന്റെ ചരിത്രം എഴുതിയ പുസ്തകമല്ല. ഇത് ജയിച്ചവനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ജീവന്റെ പുസ്തകം അത്രേ ഈ വേദപുസ്തകം. ഈ വേദപുസ്തകം ജീവനുള്ളതാണ്. ഇതിനകത്തുള്ള വചനത്തിന് ചൈതന്യമുള്ളതാണ്. ഈ വചനം ഇന്ന് ഇതിനകത്ത് ഇറങ്ങും. വ്യക്തികളെ തൊടും, കെട്ടുകൾ പൊട്ടും, ബന്ധനങ്ങൾ അഴിയും, മുഖങ്ങൾ ഒടിക്കും. ഈ വചനത്തിന്റെ ശക്തി ആലയത്തിനകത്ത് വ്യക്തികളുടെ മേൽ ഇറങ്ങും. മോശ ചോദിച്ചു, അപ്പ ഞാൻ എന്ത് പറയണം? ഞാനാകുന്നു എന്ന് പറയണം. ഞാനാകുന്നു എന്നുള്ളവൻ നിന്നെ അയച്ചിരിക്കുന്നു എന്ന്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഇതിനകത്ത് ഞാനാകുന്നു എന്ന് പറഞ്ഞവൻ വന്നിട്ടുണ്ട്. നമ്മുടെ കർത്താവ് നമ്മുടെ ആലയത്തിനകത്ത് ഉണ്ട്, നമ്മുടെ അകത്തുണ്ട്, നമ്മുടെ ആലയത്തിനകത്തുമുണ്ട്. വ്യത്യസ്തമായ ഭാരത്തോടിരിക്കുമ്പോൾ നമ്മൾ ആരാധിക്കുന്ന കർത്താവ് തോറ്റ ദൈവമല്ല, പിന്നെയോ തോൽവി സമ്മതിച്ച ദൈവമല്ല, ജയഭേരി മുഴക്കിയ ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലതെല്ലാം തകർന്ന് തരിപ്പണമാവുകയാണ്. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി തോറ്റ ദൈവമല്ല, ജയിച്ച ദൈവം. നമ്മൾ പ്രാർത്ഥിക്കുന്ന, നമ്മൾ വചനം വായിക്കുന്ന പുസ്തകം തോറ്റ പുസ്തകമല്ല, അത് ജയിച്ചവന്റെ പുസ്തകം. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ എന്റെ ദൈവം പറഞ്ഞ് ജാതികളുടെ മേലുള്ള അധികാരം കൊടുക്കുന്നു. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം വായിച്ചേ. വെളിപ്പാട് പുസ്തകം 21-ന്റെ 7 വായിച്ചേ. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം വായിച്ചേ. ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. ഞാൻ അവൻ ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും.
അടുത്ത വരിയുടെ എന്നാൽ ഭീരുക്കൾ മതി മതി. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ജയിക്കുന്നവർക്ക് സ്തോത്രം ചിലതെല്ലാം ഉണ്ട്. ജയിക്കുന്ന ദൈവമക്കൾക്ക് എന്തുണ്ട്? അധികാരമുണ്ട്. അധികാരമുണ്ട്. എന്തിന്റെ അധികാരമുണ്ട്? ചിലതിന്റെ മേലെല്ലാം ജയിക്കുന്ന മക്കൾക്ക് എന്തുണ്ട്? അധികാരമുണ്ട്. ക്രിസ്തു യേശു സകലത്തിന്റെ അധികാരത്തിന്റെ ഓണറാണ്. യേശു ക്രിസ്തു. യേശു തോറ്റ ആളല്ല, യേശു ക്രിസ്തു ജയിച്ചവനാണ്. ഹല്ലേലൂയ. ജയാളിയാകുന്ന ക്രിസ്തുവിന്റെ പൈതങ്ങൾ, ആ കർത്താവിനുള്ളത് ജയാളിയായ ക്രിസ്തുവിന്റെ പൈതങ്ങളുടെ മേലുമുണ്ട്. ഇന്ന് എത്ര വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് വെറുതെ വന്ന് ഇരുന്നിട്ട് പോകരുത്. ജയിച്ച കർത്താവ് യോഹന്ന സുവിശേഷം 1:12 വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ എന്റെ ദൈവ അധികാരം കൊടുത്തു. ഇതിനകത്തിരിക്കുന്ന പൈതലേ, ജയിച്ച ഒരു ദൈവം എനിക്കും നിങ്ങൾക്കും കർത്താവിന്റെ മകനായി മാറുവാൻ ഒരു അധികാരം തന്നിരിക്കുന്നു. ഒരു അധികാരം നിന്റെ മേൽ കിടപ്പുണ്ട്. നിന്റെ മേൽ ഒരു അധികാരം കിടപ്പുണ്ട്. വിശ്വസിക്കുന്നുണ്ടോ? നീ സാത്താന്റെ ആളല്ല, ലോകത്തിന്റെ ആളല്ല, ഇരുട്ടിന്റെ ആളല്ല, ദൈവത്തിന്റെ ആളത്ര. ഓ ജീസസ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ ആളെന്ന് പറഞ്ഞാൽ വേറെ ആരുമല്ല, ദൈവത്തിന്റെ മകനാണ്, ദൈവത്തിന്റെ മകളാണ്. ഇതൊരു അധികാരമാണ്. ഈ അധികാരം തന്നെ ക്രിസ്തു യേശുവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ അധികാരം തന്നത് മനുഷ്യനല്ല, ഈ അധികാരം തന്നത് ആരാ? ക്രിസ്തു യേശുവാണ്. മക്കൾക്കൊരു അധികാരമുണ്ട്. ആമേൻ, സ്തോത്രം. അപ്പനുള്ളതിൽ എല്ലാത്തിനും അധികാരം ആർക്കാ? അപ്പനുള്ളതിന് എല്ലാം എടുക്കാനുള്ള അവകാശം ആർക്കാ? അത് ഉപയോഗിക്കാനുള്ള അവകാശം ആർക്കാ? ഇന്ന് ഇതിനകത്ത് ചില മക്കളുടെ മേലെ ഈ അധികാരം. ഹല്ലേലൂയ. എത്ര വിശ്വസിക്കുന്ന എനിക്കറിയത്തില്ല. ആമേൻ. ഈ അധികാരമുള്ളവർ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. അപ്പന്റെ അനുഗ്രഹം മക്കൾക്ക് അവകാശമാണ്. അപ്പന്റെ മേൽ എന്തെല്ലാം ഉണ്ടോ ഇതെല്ലാം നമുക്കുള്ളതാണ്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ എന്റെ ദൈവം അധികാരം കൊടുത്തു. നമുക്കറിയാം, ദൈവത്തിന് സ്തോത്രം. ട്രാഫിക് പോലീസുമാരെ നമുക്കറിയാം. മുമ്പ് കൂടുതലുണ്ടായിരുന്നു, ഇപ്പൊ പലയിടത്തും ഒരിടത്തേ ഉള്ളൂ. അതിനൊരു സിഗ്നൽ ഉണ്ടല്ലേ? ഹല്ലേലൂയ. അപ്പോ ഇന്ന് അതിന് ട്രാഫിക് പോലീസ് എല്ലായിടത്തും ഇല്ല. എന്നാൽ ട്രാഫിക് പോലീസ് അവിടെ കാക്കിയിട്ടുണ്ട് നിൽക്കുമ്പോൾ നമ്മളെപ്പോലുള്ള ഒരു സാധാരണ മനുഷ്യനാണ് ആ വ്യക്തി. പക്ഷേ അയാൾ കൈയെടുത്ത് ഇങ്ങനെ കാണിക്കുമ്പോൾ വണ്ടി സ്റ്റോപ്പാകും. ദൈവത്തിന് സ്തോത്രം. കാരണം എന്താ? അയാൾക്ക് ഈ ഗവൺമെന്റ് ഒരു അധികാരം കൊടുത്തിട്ടുണ്ട്. എന്നാൽ സ്വർഗീയ ഗവൺമെന്റ് അപ്പന്റെ മക്കൾക്ക് ചില അധികാരങ്ങൾ കൈമാറിയിട്ടുണ്ട്. ഇന്ന് ഇതിനകത്തിരിക്കുന്ന മകനെ മകളെ നീ പേടിച്ചിരിക്കേണ്ട ആളല്ല. നിന്റെ മേൽ ചില അധികാരം കൈമാറിയിട്ടുണ്ട്. ഒന്ന്, നിന്റെ മേലുള്ള അധികാരം, നീ മകളാണ്, നീ അന്യല്ല, നീ പരദേശിയല്ല, ക്രിസ്തുവിന്റെ ഭവനക്കാരിയുമല്ല, മാത്രമല്ല യേശുവിന്റെ മകളാണ്. യേശുവിനുള്ള സകലത്തിനും അവകാശി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ലൂക്കോസ് 10:19 വാക്യം വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിനക്ക് അധികാരം തരുന്നു. അത് നിനക്കൊരിക്കലും ദോഷം വരുത്തുകയില്ല. ഇന്ന് ഇതിനകത്തിരിക്കുന്ന മക്കളുടെ മേലെ ഈ അധികാരമുണ്ട്. അതിനെ പാമ്പിനെ ചവിട്ടാൻ, അവനെ പേടിക്കാനല്ല, തേളിനെ ചവിട്ടാൻ, പിശാചിന്റെ മണ്ഡലങ്ങളെ തകർക്കാൻ. എത്ര വിശ്വാസമുണ്ട്, എത്രവർക്ക് വിശ്വാസമുണ്ട്. ഹല്ലേലൂയ. ഫറവോന്റെ കൊട്ടാരത്തിനകത്ത് ഇസ്രായേൽ മക്കളെ പുറത്തു കൊണ്ടുവരുവാൻ യഹോവയാകുന്ന ദൈവം അയക്കുമ്പോൾ, ഹല്ലേലൂയ, ചില പാമ്പുകളെ ചവിട്ടുവാൻ, തേളുകളെ ചവിട്ടുവാൻ, ശത്രുവിന്റെ ബലത്തെ ചവിട്ടുവാൻ മോശെ ദൈവം അധികാരം ചെയ്തയച്ചു. ആമേൻ. ശത്രുവിന്റെ മണ്ഡലങ്ങളെ ആത്മാവിൽ ഇറങ്ങിച്ചെന്ന് അവിടെ പൊട്ടി തകർത്തു. ജനം കാരണം ഒരു അധികാരം. ആമേൻ, 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 ആമേൻ. എന്ന് വന്നിരുന്നിട്ട് പോകുന്ന ആൾക്കല്ല, നിന്റെ മേലൊരു അധികാരമുണ്ട്. നീ അത് തിരിച്ചറിയുന്നുണ്ടോ? നിന്റെ മേലൊരു കൃപ ദൈവം തന്നിട്ടുണ്ട്. നീ അത് തിരിച്ചറിയുന്നുണ്ടോ? നിന്റെ മേലൊരു ശക്തി തന്നിട്ടുണ്ട്. അത് നീ തിരിച്ചറിയുന്നുണ്ടോ? ഹല്ലേലൂയ. ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞവൻ തോൽവിയുടെ ദൈവമല്ല, തോൽവിയുടെ ദൈവമല്ല, ജയിച്ച ദൈവം, തോറ്റ ദൈവമല്ല, ജയാളിയായ ദൈവം. ആ ദൈവത്തിന്റെ മക്കൾ എങ്ങനെ ആയിരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ആമേൻ. ആ ജയിച്ച രാജാവിന്റെ മക്കൾ, ജീസസ്, ഹല്ലേലൂയ. തോറ്റവരുടെ മക്കളല്ല. സ്വത്രം എവിടെ ഉയർത്തിപ്പിടിക്കാൻ, ജയിച്ചവന്റെ ഒരു ശബ്ദമായി നിൽക്കാൻ. ഇതിനകത്ത് ഓരോ മക്കളുടെ മേൽ ദൈവത്തിന്റെ കൃപയെ പകരുകയാണ് സ്വർഗം. ഹല്ലേലൂയ. നിങ്ങൾക്ക് വിശ്വാസമുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഒന്ന്, മകനാകുവാൻ എനിക്ക് നിനക്ക് അധികാരം തന്നെങ്കിൽ ഞാൻ പറയാം, അപ്പനുള്ള സകലതും മക്കൾക്ക് ഉറപ്പായിട്ട് കിട്ടും. ഗലാത്യർക്ക് ലേഖനം അതിന്റെ 4-ാം അധ്യായം വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു, ഗലാത്യർക്ക് ലേഖനം അതിന്റെ 4-ാം അധ്യായം വായിക്കുമ്പോൾ അതിനകത്ത് അപ്പോസ്തലനാകുന്ന പൗലോസ് ഗലാത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അതിനകത്ത് പറയുന്നു, മക്കളെങ്കിലോ
അവകാശികളുമാകുന്നു. ഞാൻ നിങ്ങൾ മക്കളാണെങ്കിൽ സകലത്തിൻ്റെയും അവകാശം എനിക്ക് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. 4-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം വായിക്കുമ്പോ അങ്ങനെ നീനിദാസനല്ല പുത്രനത്രേ, പുത്രനെങ്കിലോ ദൈവഹിതത്താൽ, ആമേൻ, എങ്ങനെ ദൈവഹിതത്താൽ, സ്വത്ര അവകാശിയുമാണ്. ദൈവഹിതത്താലുള്ള അവകാശമുണ്ട്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, സ്വത്രം, അങ്ങനെ ഇനി ദാസനല്ല, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ എൻ്റെ ദൈവം അധികാരം കൊടുത്തു. ഒന്ന്, ഹല്ലേലൂയ. ഇന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട് ഞാൻ അപ്പനുള്ളതിന് എല്ലാ അവകാശിയാണ്, എൻ്റെ അപ്പനാണ്, ഞാൻ അപ്പന്റെ മകളാണ്, എനിക്കൊരു അധികാരം തന്നിട്ടുണ്ട്. നീ ഒരു സ്വത്ര ദാസനല്ല, നീ ഒരു ദാസിയല്ല, പിന്നെയോ നീ അവകാശിയാണ്. ഞാൻ നിങ്ങൾ അവകാശിയാണ്, അവകാശിയാണ്. ധൈര്യത്തോടെ പറ, അവകാശിയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. 2 ലൂക്കോസ് 10:19 പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ എൻ്റെ ദൈവം എനിക്ക് നിങ്ങൾക്ക് എന്ത് തന്നിട്ടുണ്ട്? അധികാരം തന്നിട്ടുണ്ട്. പറഞ്ഞേ, എനിക്ക് എൻ്റെ മേലൊരു അധികാരം. പറഞ്ഞേ, വാ തുറന്ന് പറഞ്ഞേ, എൻ്റെ മേൽ എൻ്റെ ദൈവം എനിക്കൊരു അധികാരം കൈമാറിയിട്ടുണ്ട്. പറഞ്ഞേ, എൻ്റെ മേൽ ദൈവം ഒരു അധികാരം പകർന്നിട്ടുണ്ട്. പറഞ്ഞേ, അധികാരം കൈമാറിയിട്ടുണ്ട്. അത് വെച്ചോണ്ടിരിക്കേണ്ട അധികാരമല്ല, പിന്നെയോ എനിക്കെതിരെ വരുന്നതിനെ യേശുവിൻ്റെ നാമത്തിൽ തകർക്കാൻ. ആമേൻ, ആമേൻ. ധൈര്യത്തോടെ പറ, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. അടുത്ത വരി, അതൊരിക്കലും നിനക്കൊരു ദോഷവും ആമേൻ നിനക്കെതിരെ വരുന്ന ഒരു ആയുധവും ഫലിക്കത്തില്ല. ആമേൻ, ആമേൻ. വിശ്വസിക്കുന്നവർ വിശ്വാസമുണ്ടോ? വചനത്തിൽ വിശ്വാസമുണ്ടോ? അത് മക്കൾക്കുള്ളതാണ്. അധികാരം പൈതലിനുള്ളതാണ്. അധികാരം നിനക്കുള്ളതാണ്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഒരു അധികാരം ഞാൻ നിനക്ക് തരുന്നു. അതൊരിക്കലും നിന്നെ മേലെ ഒരു ദോഷവും വരുത്തുകയില്ല. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. യേശുവിന്റെ രക്തം അത്ഭുത രക്തമാണ്. ആ രക്തം ഇന്ന് ഒഴുകുന്നുണ്ട്. ആ രക്തം നിന്റെ മേലുണ്ട്. ആ ശുദ്ധീകരിച്ച രക്തം, ആ വിടുവിച്ച രക്തം, കോട്ടകളെ ഉടച്ച രക്തം, ദുർഭൂതങ്ങളെ കാത്തിച്ച സ്തോത്രം യേശുവിന്റെ രക്തം ഇന്ന് ഇതിനകത്ത് സകല മക്കളുടെ മേൽ ഒഴുകുകയാണ്. പിശാചിന്റെ ശക്തികളെ കിടുകിട വിറപ്പിച്ച രക്തം, ഏത് ലോക തോൽവികളെയും ക്രിസ്തുവിൻ്റെതാക്കി മാറ്റിയ രക്തം, ഇരുട്ടിന്റെ ശക്തികളെ തച്ചുടച്ച രക്തം, ഇന്നും ജീവിക്കുന്ന അധികാരമുള്ളവന്റെ രക്തം, ഇന്നും പ്രവർത്തിക്കുന്ന രക്തം, ഇന്നും വിശ്വസിക്കുന്നവൻ ഒഴുകുന്ന രക്തം. സ്വർഗീയ ശക്തി ആ രക്തം ചിലതിന്ന് ചെയ്യുന്നു. രക്തം പള്ളിക്കകത്ത് ചില മക്കളുടെ മേൽ ഇന്ന് ചില അതെ യേശുവിന്റെ രക്തം അത്ഭുതങ്ങൾ ചെയ്യുന്നു. പിശാചിന്റെ കെട്ടുകളെ പൊട്ടിക്കുന്നു. രക്തം, പഴയ നിയമത്തിനകത്ത് ആ രക്തം, കുഞ്ഞാടിന്റെ രക്തം കട്ടള മേലെ കുറുമടി മേലെ ഉണ്ടെങ്കിൽ ആമേൻ, യഹോവ വഴി മാറിപ്പോകും. സംഹാരകൻ അടുക്കയില്ല. ഇന്ന് ഇതിനകത്ത് യേശുവിന്റെ രക്തം അത്ഭുതം കൊണ്ടുവരുന്ന രക്തമാണ്. ആമേൻ, ആമേൻ. ഏത് ലോക തോൽവിയെയും ക്രിസ്തുവിലുള്ളതാക്കി മാറ്റുന്ന, വിശുദ്ധനാക്കി മാറ്റുന്ന, നീതിമാനാക്കി മാറ്റുന്ന ആ രക്തം ഇന്ന് അത്ഭുതത്തിന്റെ രക്തം ഒഴുകുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ. ദൈവത്തിന്റെ മക്കൾക്ക് ഒരു അധികാരം തന്നിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ ആദ്യ മനുഷ്യനായ ആദാം നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ആളാണ്. ആദ്യ മനുഷ്യനായ ആദാം, ദൈവത്തിന് സ്തോത്രം. ആദാമിനെ ദൈവം നിലത്തെ പൊടി കൊണ്ട് സൃഷ്ടിച്ച് ജീവശ്വാസം ഊതി ജീവനുള്ള ദേഹിയാക്കി മാറ്റി. യേശുപ്പച്ചനെ എൻ്റെ കർത്താവിന്റെ രൂപവും ഭാവവും ഒക്കെ അയാൾക്ക് കൊടുത്തു, ഇല്ലേ? ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് ഒരു അധികാരം കൊടുത്തു, സകലത്തെ അടക്കി വാഴാൻ. എന്ത് കൊടുത്തു? ഒരു അധികാരം കൊടുത്തു. എന്റെ ദൈവം ഒരു അധികാരം കൊടുത്തു. എന്തിനു വേണ്ടി? വായിച്ചേ, ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ അതിന്റെ 1-ാം അധ്യായം 28-ാം വാക്യം വായിക്കുമ്പോൾ, 27-28 വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 27-28 വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു. ആണും പെണ്ണുമായി. ആരൊക്കെ ആക്കി? ആണും പെണ്ണും ഉണ്ടാക്കി, അല്ലേ? ഇതിനകത്ത് ഒരു കൂട്ടർക്ക് മാത്രമല്ലെന്ന് അധികാരം, 2 കൂട്ടർക്ക് ഉണ്ടെന്ന് പറയുന്നത് നിർത്തി വായിപ്പിക്കുന്നത്.
ആണിനെയും പെണ്ണിനെയും ദൈവം സൃഷ്ടിച്ചു. എന്നിട്ട് അടുത്ത വരി, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു. ദൈവം അവരെന്ത് ചെയ്തു? ദൈവം ആദമിനെ അനുഗ്രഹിച്ചെന്നാണോ അതോ അവരെ അനുഗ്രഹിച്ചെന്നാണോ? അപ്പൊ അതിനകത്ത് ആരെല്ലാം ഉണ്ട്? അപ്പൊ ആദമിന് ഒരു അവകാശം, ഹൗവയ്ക്ക് വേറൊരു അവകാശം എന്നാണോ അർത്ഥം? പിന്നെ രണ്ടുപേരെ ഒരുമിച്ച് പറഞ്ഞു ഇല്ലേ? രണ്ടുപേരോടും പറഞ്ഞു എന്തെന്നാ? അടക്കി വാഴാൻ വേണ്ടി രണ്ടുപേരെ അങ്ങ് ഏൽപ്പിച്ചു. നിങ്ങൾക്ക് മനസ്സിലായോ? അടക്കി വാഴാൻ വേണ്ടി രണ്ടുപേരെ അങ്ങ് ഏൽപ്പിച്ചു അല്ലേ? കണ്ടോ അധികാരം? കണ്ടോ ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് കൊടുത്ത അധികാരം കണ്ടോ? അപ്പൊ കുടുംബജീവിതത്തിനകത്ത് ഭാര്യ ഭർത്താവ് ബന്ധം കണ്ടോ? കുടുംബജീവിതത്തിന്റെ ഭാര്യയും ഭർത്താവിനും എന്ത് കൊടുത്തു? എന്ത് കൊടുത്തു? അധികാരം കൊടുത്തു. ഹല്ലേലൂയ. അടക്കി വാഴ. അടുത്തവര് വായിച്ചേ. നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി. നിങ്ങൾ സന്താന പുഷ്ടി ഉള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ്. പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി. കണ്ടോ? അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യം കൊടുത്തുല്ലേ? ആദവനും ഹവ്വയ്ക്കും അധികാരം കൊടുത്തില്ലേ? അതെ, ഭർത്താവിന് മാത്രമേ കൊടുത്തുള്ളൂ എന്നാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ രണ്ടുപേർക്കും അടക്കി വാഴാൻ അധികാരം കൊടുത്തു. ഒന്ന്, മകളാകാൻ എൻ്റെ ദൈവം എനിക്കും നിങ്ങൾക്കും അധികാരം തന്നു. രണ്ട്, സ്വത്രം പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ദൈവം നമുക്ക് അധികാരം തന്നു. വീണ്ടും നമ്മൾ ധ്യാനിക്കുമ്പോൾ ചിലതിനെ അടക്കി വാഴുവാൻ ഒരധികാരം ആദമിൻ്റെ മേലും ഹൗവയുടെ മേലും ദൈവം എന്ത് ചെയ്തു? എന്ത് കൊടുത്തു? അടക്കി വാഴാൻ. ഹല്ലേലൂയ. അടക്കി വാഴാൻ. എന്തിനാ കൊടുത്ത അധികാരം? അടക്കി വാഴാൻ. സ്തോത്രം. രണ്ടുപേർക്കും അധികാരം. കുടുംബജീവിതത്തിൽ ഭാര്യയ്ക്കും കൊടുത്തു, ഭർത്താവും. രണ്ടുപേർക്കും ഒരുമിച്ച്. കണ്ടോ? നോക്കിയേ ആ വരി എത്ര അനുഗ്രഹം നോക്കിയേ. ഒരുമിച്ച്. ഹല്ലേലൂയ. ഒരുമിച്ച് കൊടുത്തു. എന്ത് ചെയ്യാൻ? നിങ്ങൾ അവയെ അടക്കി വാഴണം. എന്ന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട് അടക്കി വാഴാൻ? എൻ്റെ ദൈവം എന്ത് ചെയ്തു? ഒരു അധികാരം കൊടുത്തു. എൻ്റെ ദൈവം 3 മണ്ഡലങ്ങളുടെ നടുവില് സ്വത്രം സകലത്തെയും താറുമാറാക്കി. ആ നാമമാണെങ്കിൽ യേശു എന്ന നാമം മാത്രമത്രേ. ഹല്ലേലൂയ. 3 മണ്ഡലങ്ങൾക്കകത്ത് ഇറങ്ങിച്ചെന്ന് ഇളക്കി മറിച്ച് തകർത്ത് തരിപ്പണമാക്കി. സ്തോത്രം. മുഴങ്ങി നിന്നൊരു നാമമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളും ആരാധിക്കുന്ന സർവശക്തനാകുന്ന യേശു ക്രിസ്തുവിന്റെ നാമമേ ഉള്ളൂ. ഹല്ലേലൂയ. സ്തോത്രം. ഈ നാമം ധരിക്കാനാണ് ആര് പറഞ്ഞത്? ഈ നാമം ധരിക്കാനാണ് ആര് പറഞ്ഞത്? യേശു ക്രിസ്തു. ഏത് നാമം? ജയയാളിയായ ക്രിസ്തുവിന്റെ നാമം. ഏത് നാമം ധരിക്കാൻ? യേശുവിന്റെ നാമം. 3 സ്വത്രം. യേശു ക്രിസ്തു സ്വത്രം പാതാളത്തിലേക്ക് ഇറങ്ങി ചെന്നു അല്ലേ? സ്വത്രം. പാതാളം കിട്ടുകിട്ട വരച്ചു. വാഴ്ചകൾ അധികാരങ്ങൾ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ എൻ്റെ യേശു ക്രിസ്തു പാതാളത്തിലേക്ക് ഇറങ്ങി ചെന്നു. പാതാളം ഇളകി മറിഞ്ഞു. വാഴ്ചകൾ ഇളകി മറിഞ്ഞു. അധികാരങ്ങൾ ഇളകി മറിഞ്ഞു. ശത്രുവിന്റെ കയ്യിൽ നിന്ന് ആ താക്കോൽ കൂട്ടം, കയ്യിൽ മരണത്തിന്റെ പാതാളത്തിന്റെ താക്കോൽ യേശു ക്രിസ്തു കയ്യിൽ വാങ്ങിയിട്ട് അവനെ ചതച്ചരച്ച് കയ്യിൽ വാങ്ങി. അവിടെയുള്ള മുഴുവനും ഒരേ സ്വരത്തിൽ ഇളകി. ഹല്ലേലൂയ. യേശുവിന്റെ ശബ്ദം ഇളകി മറിക്കുന്ന ശബ്ദമാണ്. യേശുവിന്റെ ശബ്ദം ബന്ധനങ്ങൾ ഉടയ്ക്കുന്ന ശബ്ദമാണ്. യേശു രണ്ടക്ഷരമുള്ള ഒറ്റ കന്യ ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. അവന് യേശു എന്ന് പേരിടണം. ഹല്ലേലൂയ. ആ യേശു എന്ന വാക്ക് ഉച്ചരിച്ചപ്പോൾ തന്നെ യേശു എന്ന നാമമുള്ളവൻ പാതാളത്തിലേക്ക് ഇറങ്ങി ചെന്നപ്പോൾ ഹല്ലേലൂയ, പാതാള ശക്തികൾ, വാഴ്ചകൾ, അധികാരങ്ങൾ, ദുർഭൂതങ്ങൾ, ദുരാത്മാവിന്റെ മണ്ഡലങ്ങൾ മൊത്തത്തിൽ ഇളകി അലറി. പാതാളം കിടുകിട വിറച്ചു. അവിടെ ചെന്നിട്ട് മരണത്തിന്റെ അധികാരിയായ പിശാചിന് കയ്യിൽ നിന്ന് എന്തെന്റെ കർത്താവ് വാങ്ങി? താക്കോൽ കൂട്ടം കർത്താവ് വാങ്ങി. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നുള്ളവൻ, ഞാനാകുന്നു എന്ന് പറഞ്ഞവൻ, അധികാരത്തിന്റെ ഓണർ, അധികാരമുള്ളവൻ, വാക്കിന് ശക്തിയുണ്ട്. യേശു എന്ന് പാതാളത്തിൽ പറഞ്ഞാൽ പാതാളം കിടുകിട വിറയ്ക്കും. ഹല്ലേലൂയ. ദുർഭൂതങ്ങൾ കിടുകിട വിറയ്ക്കുന്ന ഒരു നാമമുണ്ടെങ്കിൽ അത് യേശുവിന്റെ നാമമേ ഉള്ളൂ. യേശുവിന്റെ നാമം പറയുമ്പോൾ ദുർഭൂതങ്ങൾ ഇളകി നിൽക്കുന്ന ദുർഭൂതങ്ങൾ പറയും, വേണ്ട, ഞാൻ പൊക്കൊള്ളാം, എന്നെ പറഞ്ഞയച്ചോ. കാരണം ഇത് ജയിച്ചവന്റെ നാമമാണ്.
ആമേൻ, ആമേൻ. അതെ, അതെ, നമ്മൾ പ്രസ്താവിക്കുന്ന നാമം, നമ്മൾ ഉയർത്തുന്ന നാമം, നമ്മൾ വിളിച്ചു പറയുന്ന നാമം, നമ്മുടെ രക്ഷകന്റെ നാമം രണ്ടക്ഷരമേ ഉള്ളൂ, യേശു. എന്നാൽ ഈ യേശു എന്ന നാമത്തിന്റെ മുമ്പിൽ പാതാള ശക്തികൾ കിടുകിട വിറയ്ക്കും. ഹല്ലേലൂയ. കിടുകിട വിറയ്ക്കുന്ന ഒരു ശബ്ദമുണ്ടെങ്കിൽ യേശു എന്ന ശബ്ദമേ ഉള്ളൂ. നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഹല്ലേലൂയ. വാഴ്ചകൾ വിറച്ച ശബ്ദം, അന്ധകാരങ്ങൾ വിറച്ച ശബ്ദം, ദുഷ്ടാത്മ സേനകൾ വിറച്ച ശബ്ദം. ആമേൻ. പാതാളത്തിൽ യേശു പറഞ്ഞു വിറച്ചു. എന്നാൽ ഭൂമിയിൽ യേശുവിന്റെ നാമം പറയുമ്പോൾ ഇതാ സ്വത്രം 6000 ഭൂതമുള്ള ഗദര ദേശത്തുള്ളവൻ, അവൻ 6000 ഭൂതമുള്ളവൻ യേശുവിനെ കണ്ടപ്പോൾ മുട്ടുമടക്കി അലറി വിളിച്ചു. എന്താ അലറി വിളിച്ചത്? ഓ യേശുവേ, യേശുവേ, ഞങ്ങളെ ദണ്ഡിപ്പിക്കാൻ സമയത്തിന് മുമ്പേ വന്നുവോ. കാരണം യേശു എന്നുള്ള നാമത്തിന് ശക്തിയുണ്ട്. യേശു എന്ന് നീ പറഞ്ഞാൽ, യേശു എന്ന് നീ ഉച്ചരിച്ചാൽ, യേശു എന്ന് നിന്റെ വീട്ടിനകത്ത് പറഞ്ഞാൽ, യേശു എന്ന് നീ ഓരോ സെക്കൻഡ് പറഞ്ഞാൽ, യേശു എന്ന നാമത്തിന് ശക്തിയുണ്ട്. ആമേൻ, ആമേൻ. ആരൊക്കെ യേശുവിനെ വിളിക്കുന്നുണ്ട്? ആരൊക്കെ യേശു എന്ന് പറയുന്നുണ്ട്? പാതാള ശക്തികളെ കിടുകിട വിറപ്പിച്ച ഒരു നാമമുണ്ടെങ്കിൽ, സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുന്ന ഒരു നാമമുണ്ടെങ്കിൽ, എല്ലാ മുട്ടും മടങ്ങുന്ന ഒരു നാമമുണ്ടെങ്കിൽ, യേശു എന്ന നാമം മാത്രമേ ഉള്ളൂ. യേശു എന്ന് പറയുമ്പോൾ ദുഷ്ടമണ്ഡലങ്ങൾ അലറി. ഈ ഭൂമിയിൽ യേശു എന്നെ കണ്ടപ്പോൾ പാതാളം കിടുകിട വിറച്ചുല്ലേ. പാതാള മണ്ഡലങ്ങൾ, പാതാള ശക്തികൾ, പാതാള ശക്തികൾ കിടുകിട വിറച്ച ഒരു ശബ്ദമുണ്ടെങ്കിൽ, അവിടെ എല്ലാം മുട്ടുമടക്കിയ ഒരു ശബ്ദം ഉണ്ടെങ്കിൽ, ഞാൻ പ്രസംഗിക്കുന്ന യേശുവിൻ്റെ ശബ്ദം മാത്രമേ ഉള്ളൂ. 2, ഭൂമിയിൽ സകലതും വിറച്ച് മുട്ടുമടക്കിയ ഒരു ശബ്ദമുണ്ടെങ്കിൽ അത് യേശുവിൻ്റെ ശബ്ദമേ ഉള്ളൂ. ഹല്ലേലൂയ. പാട്ടുകാരൻ എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. സ്തുതിയും സ്തോത്രവും എല്ലാം സ്വീകരിപ്പാൻ യോഗ്യനായോനേ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. യേശുവിന്റെ നാമം പറയുമ്പോൾ ഭൂമി കിടുകിട വിറയ്ക്കും. എങ്ങനെ? ഭൂമി കിടുകിട വിറയ്ക്കും. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായം അതിന്റെ 43-ാം വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം അതിന്റെ 10-ാം അധ്യായം 43-ാം വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായം 43-ാം വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. അവനിൽ വിശ്വസിക്കുന്ന ഏവനും, അവൻ വിശ്വസിക്കുന്ന ഏവനും അവന്റെ നാമം മൂലം പാപമോചനം ലഭിക്കുമെന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. കണ്ടോ, സകല പ്രവാചകന്മാരും സാക്ഷ്യം പറഞ്ഞ ഒരു നാമമുണ്ടെങ്കിൽ അത് യേശുവിന്റെ നാമമേ ഉള്ളൂ. ഹല്ലേലൂയ. സ്തോത്രം. എല്ലാ പ്രവാചകന്മാരും വിളിച്ചു പറഞ്ഞ ഒരു നാമമുണ്ടെങ്കിൽ ഞാൻ പ്രസംഗിക്കുന്ന യേശുവിന്റെ നാമമേ ഉള്ളൂ. 1, പാതാള ശക്തികളെ യേശു ക്രിസ്തു ഇറങ്ങിച്ചെന്ന് വിറപ്പിച്ച ഒരു നാമം, അത് യേശു ക്രിസ്തുവിന്റെ നാമമാണ്. 2, ഭൂമിയെ വിറപ്പിച്ച നാമം, അത് യേശു ക്രിസ്തുവിന്റെ നാമമാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 3-ാം അധ്യായം വായിക്കുമ്പോൾ സുന്ദരമെന്ന ദേവാലയത്തിന്റെ ഫ്രണ്ടിലിരുന്ന ഒരു മനുഷ്യൻ, ഹല്ലേലൂയ, ആമേൻ, ജന്മന രോഗം ബാധിച്ച ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ എഴുന്നേൽപ്പിച്ച ഒരു നാമമുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ, 2 അക്ഷരം മാത്രമുള്ള യേശുവിന്റെ നാമത്തിൽ
വായിച്ചേ 3:1 മുതലുള്ള വാക്യങ്ങൾ വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 3-ാം അധ്യായം 1-ാം വചനം മുതൽ വായിച്ചേ. ഒരിക്കൽ പത്രോസും യോഹന്നാനും 9-ാം മണിനേരം പ്രാർത്ഥന സമയത്ത് ദൈവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ടുവന്നു. അവനെ ദൈവാലയത്തിൽ ചെല്ലുന്നവരോട് ഭിക്ഷ യാചിപ്പാൻ സുന്ദരം എന്ന ദൈവാലയ ഗോപുരത്തിൽ ദിനം പ്രതി ഇരുത്തുമാറുണ്ട്. അവൻ പത്രോസും യോഹന്നാനും ദൈവാലയത്തിൽ കടപ്പാൻ പോകുന്നത് കണ്ടിട്ട് ഭിക്ഷ ചോദിച്ചു. പത്രോസ് യോഹന്നാനോട് കൂടെ അവനെ ഉറ്റുനോക്കി ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു. അവൻ വല്ലതും കിട്ടുമെന്ന് കരുതി അവനെ സൂക്ഷിച്ചു നോക്കി. അപ്പോൾ പത്രോസ് വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. എനിക്കുള്ളത് ഞാൻ നിനക്ക് തരാം. നസറേനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ. ഏത് നാമത്തിൽ? യേശുവിന്റെ നാമത്തിൽ. അന്ന് വരെ നടക്കാത്തവൻ ഇന്ന് പകൽക്കാലം ഇതിനകത്തും യേശുവിന്റെ നാമത്തിലുള്ള വിടുതലുകൾ ഇറങ്ങട്ടെ. രോഗികൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ. സകലവിധ വ്യാധികളും ശരീരങ്ങളിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ സകല രോഗങ്ങളും സൗഖ്യമാകട്ടെ. സകല വ്യാധികളും അഴിയട്ടെ. ശരീരത്തിലുള്ള എല്ലാ കേടുകളും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അഴിയട്ടെ. BP നോർമൽ ആകട്ടെ, ഷുഗർ നോർമൽ ആകട്ടെ, കൊളസ്ട്രോൾ നോർമൽ ആകട്ടെ, തൈറോയിഡുകൾ നോർമൽ ആകട്ടെ. അസ്ഥി സംബന്ധമായ ബലഹീനതകൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. പ്രവർത്തിക്കാത്തതെല്ലാം യേശുവിൻ നാമത്തിൽ പ്രവർത്തിക്കട്ടെ. ദൈവശക്തി വ്യാപരിക്കട്ടെ. തലമുടി നാരിഴ മുതൽ നഖത്തിനകം വരെ ദൈവശക്തി വ്യാപരിക്കട്ടെ. ആസ്മകൾ വഴിമാറട്ടെ, ശ്വാസമുട്ടലുകൾ വഴിമാറട്ടെ, അസ്വസ്ഥതകൾ വഴിമാറട്ടെ. പ്രതികൂലങ്ങളെല്ലാം ഉടയട്ടെ, പ്രശ്നങ്ങളെല്ലാം ഉടയട്ടെ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ ഇപ്പോൾ സംഭവിക്കട്ടെ. രോഗമുള്ള ഭാഗങ്ങളിലേക്ക് ദൈവത്തിന്റെ കരം ഇപ്പോൾ ഇറങ്ങട്ടെ. യേശുവിൻ നാമത്തിൽ കിടക്ക വിട്ട് എഴുന്നേൽക്കാം. ജീസസ്. കെട്ടുകൾ പൊട്ടുന്നു, ബന്ധനങ്ങൾ തകരുന്നു, ചങ്ങലകൾ അഴിയുന്നു. യേശുവിന്റെ നാമത്തിന്റെ മുൻപിൽ ഒരു രോഗത്തിന് ബന്ധനത്തിന് ഇരിക്കാൻ പറ്റത്തില്ല. യേശുവിന്റെ നാമത്തിന്റെ മുമ്പിൽ കെട്ടുകൾക്ക് ഇരിക്കാൻ പറ്റത്തില്ല, ദുഷ്ടൻ ഇരിക്കാൻ പറ്റത്തില്ല, പിശാചിന് ഇരിക്കാൻ പറ്റത്തില്ല. യേശുവിന്റെ നാമത്തിന്റെ മുൻപിൽ കീഴടങ്ങുന്ന ഒരു നാമമുണ്ടെങ്കിൽ അത് യേശു എന്ന നാമത്തിന്റെ മുമ്പിലേ ഉള്ളൂ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ നിന്ന് കെട്ടുകൾ പൊട്ടുന്നു, യേശുവിന്റെ നാമത്തിൽ നിന്ന് ബന്ധനങ്ങൾ അഴിയുന്നു, യേശുവിന്റെ നാമത്തിൽ നിന്ന് ചങ്ങലകൾ തകരുന്നു, യേശുവിന്റെ നാമത്തിൽ നിന്ന് താമ്രവാതിൽ ഉടയുന്നു, യേശുവിന്റെ നാമത്തിൽ നിന്ന് ഇരുമ്പോടാമൽ ഖണ്ഡിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ ദുഷ്ടമണ്ഡലങ്ങൾ കത്തുന്നു, യേശുവിന്റെ നാമത്തിൽ ഭവന തലങ്ങൾക്ക് കരുതൽ, യേശുവിന്റെ നാമത്തിൽ വിടുതൽ. ഗദര ദേശത്തിറങ്ങിയ അതേ ദൈവം ഇന്ന് ഇതിനകത്തും നിന്റെ ജീവിതത്തെ, നിന്റെ കുടുംബത്തെ പരിശോധിക്ക് തകർക്കുന്ന ചില ഇരുട്ടിന്റെ വ്യാപാരങ്ങളെ, നിന്റെ കുടുംബത്തിലുള്ള അംഗങ്ങളെ തകർത്തൊതുക്കുന്ന ചില ഇരുട്ടിന്റെ വ്യാപാരങ്ങളെ തകർക്കുന്ന ഒരു അഗ്നി, തകർക്കുന്ന ഒരു അതെ യേശുവിന്റെ നാമത്തിൽ കേട്ടുപെട്ട അതെ യേശുവിന്റെ നാമത്തിൽ യഹോവയുടെ തീ യാഗപീഠത്തിൽ ഇറങ്ങി. യഹോവയുടെ തീ യാഗപീഠത്തിൽ ഇറങ്ങി. യാഗവസ്തു കത്തി എരിഞ്ഞു, തോട്ടിലെ വെള്ളം വറ്റി, വിറക് കത്തി എരിഞ്ഞു, ചാരമായി മണ്ണ് കത്തി എരിഞ്ഞ് അമർന്നു, ഭൂമി കത്തി എരിഞ്ഞ് അമർന്നു, തോട്ടിലെ വെള്ളം വറ്റി, മണ്ണി കത്തി എരിഞ്ഞ് അമർന്നു. യഹോവയുടെ തീ ഇറങ്ങിയപ്പോൾ യഹോവയുടെ തീ. യേശുക്രിസ്തു സുന്ദരമെന്ന ദേവാലയത്തിൽ യേശുവിന്റെ നാമം ഉച്ചരിച്ചപ്പോൾ സുന്ദരമെന്ന ദേവാലയത്തിന്റെ ഗോപുരത്തിൽ ഇരുന്ന വനിതാ ഭിക്ഷക്കാരനായിട്ട് ഇരുന്നവൻ സ്വത്ര യേശുവിന്റെ നാമത്തിന്റെ മുമ്പിൽ അവൻ ചാടി എഴുന്നേറ്റു. ചാടി എഴുന്നേൽപ്പിച്ച ഒരു നാമം, യേശുവിന്റെ നാമം. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായം വായിക്കുമ്പോൾ അതിനകത്ത് അപ്പോസ്തലന്മാർ നടന്നു പോവുകയാണ്. യൂറോപ്പിലെ തെരുവീതിയിലൂടെ അപ്പോസ്തലന്മാർ നടന്നു പോകുമ്പോൾ അവിടെ ഇതാ പലതവണ ഒരു സഹോദരി കുഴപ്പക്കാരിയായി വന്നു. പലതവണ ഈ അപ്പോസ്തലന്മാരെ കളിയാക്കിയിട്ടുണ്ട് ഒരു സഹോദരി. എന്നാൽ ഈ സഹോദരിയിലേക്ക് നോക്കിയപ്പോൾ ഈ സഹോദരിയുടെ കളിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ദുർഭൂതത്തെ, വെളിച്ചപ്പാടിന്റെ ശക്തിയെ അപ്പോസ്തലന്റെ ആത്മ കണ്ണുകളിൽ കണ്ടു. ജീസസ്. ഇത് പല നാളായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരു നാൾ യേശു ക്രിസ്തുവിന്റെ നാമം പറഞ്ഞ് ഇവിടെയുള്ള ഭൂതത്തെ തകർത്തു. എങ്ങനെ? യേശു എന്ന നാമം പറഞ്ഞപ്പോൾ ഇവളിലുള്ള ഭൂതം എവളെ വിട്ട് ഓടി.
യേശുവിൻ്റെ നാമത്തിൽ ഭൂതം ഓടും. യേശുവിൻ്റെ നാമത്തിൻ്റെ മുമ്പിൽ ഭൂതം ഇളകി മറിയും. യേശുവിൻ്റെ നാമത്തിൽ ഭൂതം ഇളകി മറിയും. നോക്കിയേ, പാതാളത്തിൽ സകല മണ്ഡലങ്ങളും വിറച്ച ഒരു നാമം ഏത്? പറഞ്ഞ യേശുവിൻ്റെ നാമം. ഇനി രണ്ടാമത്തെ സ്ഥലം, ഭൂമിയിൽ എല്ലായിടവും മുട്ടുമടക്കിയ ഒരു നാമം ഏത്? യേശുവിൻ്റെ നാമം. സ്വത്രം ചാടി എഴുന്നേൽപ്പിച്ച നാമം ഏത്? യേശുവിൻ്റെ നാമം. ഉയർപ്പിച്ച നാമം ഏത്? യേശുവിൻ്റെ നാമം. ദൈവത്തിന് സ്വത്രം. സുന്ദരം ഗോപുരത്തിൽ എഴുന്നേൽപ്പിച്ച നാമം ഏത്? യേശുവിൻ്റെ നാമം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായത്തിനകത്ത് വെളിച്ചപ്പാടത്തിയുടെ മുഖത്തേക്ക് നോക്കി അപ്പോസ്തലനാകുന്ന പൗലോസ് പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ ശാസിച്ചപ്പോൾ തകർന്ന ഒരു നാമം ഇന്നിതിനകത്തും ചില ഇരുട്ടിന്റെ ശക്തികളെ സ്വർഗം ശാസിച്ചമർത്തുകയാ. ഇനി ഈ ശരീരങ്ങൾ കയറി പോകരുതെന്ന് പറഞ്ഞ്, ഓ അതെ അതെ അതെ, ശാസിക്കുന്നവൻ, വിട്ടുപോടാന്ന് പറയുന്നവൻ, ഇനി കയറാൻ അനുവാദം കൊടുക്കാതെ വണ്ണം ശാസിക്കുന്ന ഒരുവൻ ഇന്ന് നമ്മുടെ ആലയത്തിനകത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഇരിക്കുന്ന കസേരയുടെ അടുക്കൽ ഒരുവനുണ്ട്. നമ്മളുടെ അകത്തുണ്ട്, ഒപ്പം നമ്മുടെ അരികത്തുണ്ട്. ചിലതിനെല്ലാം ശാസിച്ച് തകർക്കാൻ. ഹല്ലേലൂയ. ഒന്ന്, പാതാളം വിറച്ച ശബ്ദം. ഏത് ശബ്ദം? യേശുവെന്ന ശബ്ദം. രണ്ട്, ഭൂമിയെ കിടുകിട ഇളക്കിച്ച ശബ്ദം. 6000 ഭൂതത്തെ ഉടച്ച് തകർത്ത ശബ്ദം. സ്വത്രം. ജന്മന രോഗിയെ ചാടി എഴുന്നേൽപ്പിച്ച ശബ്ദം. ജീസസ്. യേശുവിൻ്റെ നാമം അത്രേ. ഹല്ലേലൂയ. ഒറ്റ നാമമേ ഉള്ളൂ. യേശുവിൻ്റെ നാമം എന്ന ശബ്ദത്തിൻ്റെ മുമ്പിൽ സകലതും വിറച്ചു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ വീണ്ടും ധ്യാനിക്കുമ്പോൾ സ്വർഗത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന് സ്തോത്രം മഹത്വം കൊടുത്തൊരു സ്ഥലമുണ്ടെങ്കിൽ, ഹല്ലേലൂയ, പാതാളം വിറച്ചെങ്കിൽ, ഭൂമി വിറച്ചെങ്കിൽ, ഉയര സ്വർഗത്തിൽ സകല നാമത്തിന് മേലായ നാമമുള്ള യേശുവിനെ കണ്ടപ്പോൾ ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന അറുക്കപ്പെട്ട കുഞ്ഞാടായി നിൽക്കുന്ന യേശുവിനെ കണ്ടപ്പോൾ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിനെ. ആമേൻ. മഹത്വവും. 24 മൂപ്പന്മാരും ഒരുമിച്ച് വിളിച്ച ശബ്ദം, യേശുവിനെ. ആമേൻ. മഹത്വവും ജ്ഞാനവും ശക്തിയും ബലവും യേശുവിനെ. ആമേൻ. മഹത്വവും ജ്ഞാനവും ബഹുമാനം ശക്തിയും ബലവും യേശുവിനെ. ആമേൻ. മഹത്വവും ജ്ഞാനവും യേശുവിനെ. എന്റെ കർത്താവേ, എന്റെ യഹോവേ, അങ്ങൊഴികെ എനിക്കൊരു കൃപ. എന്റെ കർത്താവേ, എന്റെ യഹോവേ, അങ്ങൊഴികെ ഭൂമി. അവർ എനിക്ക് ശ്രേഷ്ഠന്മാർ തന്നെ, ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവർ എനിക്ക് ശ്രേഷ്ഠന്മാർ തന്നെ. ഹല്ലേലൂയ. 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 മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിനെ. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിനെ. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിനെ. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിനെ. ഹല്ലേലൂയ. സ്തോത്രം. പാതാളം കിട്ടുകിട്ട വിറപ്പിച്ച ഒരു നാമമുണ്ടെങ്കിൽ, ഈ പാതാളത്തെ വിറപ്പിച്ച വാഴ്ചകൾ അധികാരങ്ങളെ വിറപ്പിച്ച ഒരു നാമമുണ്ടെങ്കിൽ അത് യേശുവിൻ്റെ നാമമേ ഉള്ളൂ. ദുഷ്ടാത്മാ സേനകളെ കിട്ടുകിട്ട വിറപ്പിച്ച ഒരു നാമമുണ്ടെങ്കിൽ യേശു എന്ന നാമമേ ഉള്ളൂ. ഭൂമിയിൽ സ്വത്രം ബന്ധനങ്ങളെ അടിച്ച ഒരു നാമമുണ്ടെങ്കിൽ അത് യേശു എന്ന നാമമേ ഉള്ളൂ. ദുഷ്ടാത്മാ മണ്ഡലങ്ങളെ തകർത്ത ഒരു നാമമുണ്ടെങ്കിൽ അത് യേശു എന്ന നാമമേ ഉള്ളൂ. കാൽവരി ക്രൂശിൽ ശത്രു
ശത്രുവിന്റെ തലയെ തകർത്ത ഒരു നാമമുണ്ടെങ്കിൽ അത് യേശു എന്ന നാമമേ ഉള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ. കൊലോസ്യർക്ക് ലേഖനം 2-ാം അധ്യായം വായിക്കുമ്പോൾ 13-14 വാക്യം വായിക്കുമ്പോൾ ശത്രുവിന്റെ തലയെ തകർത്ത് പരസ്യ കാഴ്ചയാക്കിയ ഒരു നാമമുണ്ടെങ്കിൽ ഞാൻ പ്രസംഗിക്കുന്ന യേശുവിന്റെ നാമമേ ഉള്ളൂ. നിനക്കെതിരെ അവൻ എഴുതി വെച്ച സകല രേഖകളെ വലിച്ചു കീറി, ഓ സ്തോത്രം, നിനക്കെതിരെയുള്ള ശത്രുവിനെ പരാജയപ്പെടുത്തിയ ഒറ്റ നാമം അത് യേശുവാണ്. അതെ 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 അതെ, വാഴ്ചകൾ, അധികാരങ്ങൾ, ആയുധവർഗം വെപ്പിച്ച ഒരേ ഒരു നാമം അത് യേശു എന്ന നാമം. തീർന്നില്ല, സ്വർഗത്തിൽ സകലരും ഒരുമിച്ച്, ലക്ഷോപലക്ഷം ദൂതന്മാർ ഒരുമിച്ച് വാഴ്ത്തി സ്തുതിക്കുന്ന ഒരു നാമമുണ്ടെങ്കിൽ ജയിച്ചവന്റെ നാമം. നീ സർവവും ജയിച്ചു. സ്തോത്രം. ജയിച്ച ഒരു നാമമുണ്ടെങ്കിൽ യേശുവിന്റെ നാമമേ ഉള്ളൂ. ആ ജയിച്ചവന്റെ മുമ്പിൽ കോടിക്കണക്കിന് ദൂതന്മാർ രാപ്പകലില്ലാതെ, സ്വർഗത്തിൽ രാവും പകലുമില്ല, പക്ഷെ അവിടെ എന്ത് ചെയ്യുന്നു? ആരാധിക്കുന്നു. എങ്ങനെ ആരാധിക്കുന്നു? മഹത്വം പറഞ്ഞ് ആരാധിക്കും. കാരണം എന്താ? യെശയ്യാവ് 45:22 പറയുന്നു, കർത്താവല്ലാതെ ഒരു ദൈവമില്ലാത്തോണ്ട് എല്ലാവർക്കും സ്തുതിക്കാൻ ഒറ്റ നാമമേ ഉള്ളൂ, അത് യേശു എന്ന നാമം. ആരാധനയ്ക്ക് യോഗ്യനായ, ആരാധിക്കാൻ യോഗ്യതയുള്ള ഒറ്റ നാമമുള്ളൂ. എല്ലാം മുട്ടുമടങ്ങുന്ന ഒരു നാമം. വായിച്ചേ 22, യെശയ്യാവ് 45:22. സകല ഭൂവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവിൻ. ഞാനല്ലാതെ വേറൊരു ദൈവവുമില്ലല്ലോ. ഞാനല്ലാതെ വേറെ ഒരു ദൈവവും. അടുത്ത വരിഞ്ഞ് എന്നാണ് എന്റെ മുമ്പിൽ ഏത് മുഴങ്കാലും മടങ്ങുന്ന നാമം. ഏത് നാവും സത്യം ചെയ്യും എന്നിങ്ങനെ എന്റെ വായിൽ നിന്ന് നീതിയും മടങ്ങാത്ത ഒരു വചനവും പുറപ്പെട്ടിരിക്കുന്നു. യഹോവയിൽ മാത്രം നീതിയും ബലവും ഉണ്ട് എന്ന് ഓരോരുത്തൻ പറഞ്ഞുകൊണ്ട് അവന്റെ അടുക്കൽ ചെല്ലും. മതി. ഹല്ലേലൂയ. ഒരേ ഒരു നാമം, അത് യേശു എന്ന നാമം. അതുകൊണ്ട് പാട്ടുകാരൻ പാടി, താവേ ദേവന്മാരിൽ അങ്ങേക്കു തുല്യനായ, സ്വർഗത്തിലും ഈ ഭൂമിയിലും അങ്ങേക്കു തുല്യനായ. രണത്തിൻ പാശങ്ങൾ അഴിച്ചു, പാതാള ഗോപുരം തകർത്തു. മരണത്തിൻ പാശങ്ങൾ അഴിച്ചു, പാതാള ഗോപുരം തകർത്തു. അങ്ങ് പോലെ ആരുമില്ല, അങ്ങ് പോലെ ആരുമില്ല, ഉയർത്തെഴുന്നേറ്റവനേ. അങ്ങ് പോലെ ആരുമില്ല, അങ്ങ് പോലെ ആരുമില്ല, ഉയർത്തെഴുന്നേറ്റവനേ. സ്വർഗത്തിലും ഭൂമിയിലും ഇതുപോലൊരു നാമമില്ല. സ്വത്രം. പാതാളത്തെ കിട്ടുകിട്ട വിറപ്പിച്ച ഒരു നാമമുണ്ടെങ്കിൽ ഞാൻ പ്രസംഗിക്കുന്ന യേശുവിൻ്റെ നാമമേ ഉള്ളൂ. സ്വത്രം. ഈ ഭൂമിയെ കിട്ടുകിട്ട വിറപ്പിച്ച ഒരു നാമം ഉണ്ടെങ്കിൽ അതിൻ്റെ യേശുവിൻ്റെ നാമമേ ഉള്ളൂ. സ്വർഗത്തെ ഇളക്കി മറിച്ച് സകല ദൂതന്മാരും വീട് നമസ്കരിച്ച ഒരു നാമമുണ്ടെങ്കിൽ അത് യേശു എന്ന നാമമേ ഉള്ളൂ. ആ നാമം ഇന്ന് സൗഖ്യമാക്കും, ആ നാമം ഇന്ന് വിടുവിക്കും, ആ നാമം ഇന്ന് അത്ഭുതം ചെയ്യും. നമ്മൾ വചനം ധ്യാനിക്കുമ്പോൾ പുറപ്പാട് പുസ്തകത്തിനകത്ത് ആ നാമമുള്ളവർ ഇപ്രകാരം പറഞ്ഞു മോശയോട്. എന്തെന്ന് പറഞ്ഞ 3-ാം അധ്യായത്തിനകത്ത്, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നുള്ളവൻ നിന്നെ അയച്ചിരിക്കുന്നു എന്ന് പറയണം. വായിച്ചേ, ഒന്നുകൂടെ വായിച്ചേ. ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. പഴയ നിയമത്തിൽ ഞാനാകുന്നു എന്ന് പറഞ്ഞ ആ ദൈവം കാലസമ്പൂർണതയിൽ വേഷത്തിൽ മനുഷ്യനായി ഈ താണലോകത്തിലേക്ക് വന്ന് സകലരും കേൾക്കെ വിളിച്ചു പറഞ്ഞു. ഹല്ലേലൂയ. യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന്. ആമേൻ. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിനകത്ത് മോശ ചോദിച്ചു, അപ്പാ
സ്വത്രം ഞാനാകുന്ന, നിന്റെ പേര് ചോദിച്ചാൽ എന്ത് പറയണം? സ്വത്രം മോശയോട് പറഞ്ഞു, മോനെ ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറയണം. ഞാനാകുന്നു എന്നുള്ളവൻ നിന്നെ അയച്ചിരിക്കുന്നെന്ന് പറയണം. സ്വത്രം പുതിയ നിയമത്തിനകത്തേക്ക് നോക്കുമ്പോൾ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിനകത്ത് 7 സ്ഥലത്ത് ഞാനാകുന്നു എന്നെഴുതി എൻ്റെ ദൈവം. ഞാനാകുന്നു എന്ന് പുതിയ നിയമത്തിനകത്ത് 7 പ്രാവശ്യം യോഹന്നാൻ സുവിശേഷത്തിനകത്ത് എഴുതിയിരിക്കുമ്പോൾ മറുവശത്ത് അതേപോലെ ഞാനാകുന്നു എന്നുള്ളവൻ 7 അത്ഭുതങ്ങളും ചെയ്തു. ഹല്ലേലൂയ, സ്തോത്രം. പഴയ നിയമത്തിനകത്ത് ഞാനാകുന്നു എന്നുള്ളവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞപ്പോൾ എത്രത്തോളം വെളിപ്പെടുന്നറിഞ്ഞൂടാ. എന്നാൽ പുതിയ നിയമത്തിനകത്ത് നോക്കിക്കേ, പഴയ നിയമത്തിന് മറിഞ്ഞു കിടന്ന ക്രിസ്തു കണ്ടോ? പുതിയ നിയമത്തിനകത്ത് വരുമ്പോൾ ഞാനാകുന്നു എന്നുള്ളവൻ ആരാ? മനുഷ്യപുത്രനായി, വേഷത്തിൽ മനുഷ്യനായി, തന്നെത്താൻ താഴ്ത്തി, വേഷത്തിൽ മനുഷ്യനായി ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, ഞാൻ ആകുന്നവൻ ഞാൻ ആകുന്നു. ഹല്ലേലൂയ. യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായം വായിക്കുമ്പോൾ 1-ാം വചനം മുതൽ വായിക്കുമ്പോൾ അതിനകത്ത് സ്വത്രം 1-ാമത്തെ അത്ഭുതം. എന്ത് അത്ഭുതം? കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ അത്ഭുതം. ഹല്ലേലൂയ. സ്തോത്രം. കാനായിലെ കല്യാണ നാളിൽ കൽഭരണിയിലെ വെള്ളം മുന്തിരി നീരാ, വിസ്മയത്തിൽ മുഴുകി ലോകരന്ന്, വിസ്തൃതിയിൽ തുടരും ലോകമെന്ന് മഹിമ കാട്ടി യേശുനാഥൻ. കാനായിലെ കല്യാണ നാളിൽ കൽഭരണിയിലെ വെള്ളം മുന്തിരി നീരായി. ഹല്ലേലൂയ. കാനാവിലെ കല്യാണത്തിന് കൽഭരണിയിലെ വെള്ളം, സ്വത്രം എന്തായി? വെള്ളത്തെ എന്താക്കി? പച്ചവെള്ളത്തെ എന്താക്കി? വീഞ്ഞാക്കി മാറ്റി. നമുക്ക് ചോദിക്കാം, യേശുവേ അങ്ങ് എന്തുകൊണ്ടാ ഈ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയത്? ആൻസർ ഇവിടെ കിടക്കുന്നു. യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം 1-ാം വാക്യത്തിൽ കിടക്കുന്നു. സ്വത്രം. ഹല്ലേലൂയ. ഞാൻ സാക്ഷാൽ മുന്തിരി വള്ളി. മുന്തിരി വള്ളിയാകുന്ന യേശു പറയും, പച്ചവെള്ളത്തെ ഞാൻ ആക്കുന്നവൻ വീഞ്ഞ് ആക്കും. ജീസസ്. ഇന്ന് പകൽക്കാലം 1-ാമത്തെ അത്ഭുതം എൻ്റെ ദൈവം. ഏത് അത്ഭുതം? കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളത്തെ എന്ത് ചെയ്തു? വീഞ്ഞാക്കി. ഇന്ന് ഇതിനകത്ത് സ്വത്രം പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ ഒരുവൻ ഇതിനകത്ത് നടക്കുന്നുണ്ട്. ഹല്ലേലൂയ. കർത്താവേ, ആ വിവാഹത്തിന് യേശുവിനെ ക്ഷണിച്ചിരുന്നു അല്ലേ? സ്വത്രം. വിവാഹത്തിനകത്ത് ആരെ കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു? ക്ഷണിച്ചിരുന്നു. വീഞ്ഞ് പോരാതെ വരികയാണ്. യേശുവിന്റെ അമ്മ അവനോട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. അവർക്ക് എന്തില്ല? വീഞ്ഞില്ല എന്ന്. ചില പോരായ്മകളുടെ നടുവിൽ വീട്ടിനകത്ത് എൻ്റെ അപ്പനുണ്ടെങ്കിൽ എല്ലായിടത്തും ഹല്ലേലൂയ നടത്തുവാൻ മതിയായവനാണ് ആര്? യേശു ക്രിസ്തു. ഹല്ലേലൂയ. എനിക്കൊരു അധികാരമുണ്ട്, നിങ്ങൾക്കൊരു അധികാരമുണ്ട്. എന്താ അധികാരം? 1 മക്കളാകാനുള്ള അധികാരം. 2 സ്വർഗത്തിലുള്ള സകലത്തിനും അവകാശം ആരാ? ഈ മക്കളാണല്ലേ? സ്വത്രം. വീണ്ടും പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ എൻ്റെ ദൈവം തന്നിരിക്കുന്നു, അധികാരം തന്നിരിക്കുന്നു. എനിക്ക് തന്ന അധികാരത്തിൻ്റെ ഓണർ തോറ്റ ദൈവമല്ല, ജയിച്ച ദൈവം. ഇവിടെ കിടക്കുന്നു. സ്വത്രം. എല്ലാ അധികാരത്തിൻ്റെ ഓണർ ആരാണ്? 28-ാം അധ്യായം മത്തായി സുവിശേഷം 28-ാം അധ്യായം 18-ാം വാക്യം വായിച്ചിട്ട് ഇതിലോട്ട് വരാം. വായിച്ചേ. മത്തായി സുവിശേഷം 28-ാം അധ്യായം 18-ാം വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു. വായിച്ചേ. യേശു അടുത്തു ചെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും. എന്തധികാരം? സകല അധികാരം എന്നല്ല, പിന്നെ പറ. സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആർക്ക് നൽകിയിരിക്കുന്നു? ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞ എൻ്റെ കർത്താവിനെ. ജീസസ്. അധികാരം ആര് നൽകി? ആര് കൊടുത്തിരിക്കുക? പിതാവ് കൊടുത്തതാണ്. ഹല്ലേലൂയ. സ്തോത്രം. താനെ ഏറ്റെടുത്തതാണോ അധികാരം? പിന്നെ ആര് കൊടുത്തതാ? ജീസസ്. എല്ലാ അധികാരം ആരാ കൊടുത്തേ? പിതാവ് കൊടുത്തതാ അധികാരം. സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ. ശ്രദ്ധിക്കുന്നുണ്ടോ? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. അടുത്ത വരി. ഞാനോ ലോക അവസാനത്തോളം. എങ്ങനെ അധികാരമുള്ള യേശു ഇപ്പൊ എന്ത് പറഞ്ഞേ?
മക്കൾ നീ പൊക്കോ, ഞാൻ നിന്റെ കൂടെ. എങ്ങനെ? ലോകം അവസാനം വരെ. നീ എത്ര കാലം ഈ ഭൂമിയിലുണ്ടോ അത്രയും കാലം വരെ ഞാൻ നിന്റെ കൂടെ ഉണ്ട്. നീ പൊയ്ക്കോ. എല്ലാ അധികാരവും എനിക്ക് തന്നിരിക്കുക. എനിക്ക് തരാത്ത ഒരു അധികാരം ഈ ഭൂമിയില്ല. നീ ഭൂമിയുടെ അറ്റം വരെ പോകുമ്പോഴും എല്ലാ അധികാരമുള്ള ഞാനുണ്ട്. ധൈര്യമായി പൊയ്ക്കോ. അധികാരമുള്ള പറയും, ഞാൻ ധൈര്യമായി പൊയ്ക്കോ. സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. അധികാരത്തിന്റെ ഓണർ ആരാ? യേശു ക്രിസ്തു. യേശു പറഞ്ഞു, മക്കളെ നീ പൊയ്ക്കോ, ഞാൻ നിന്റെ കൂടെ. നിങ്ങൾ ആരിൽ വിശ്വസിക്കും? മനുഷ്യനിൽ വിശ്വസിക്കോ? ദൈവത്തിൽ വിശ്വസിക്കോ? പേടിപ്പിക്കുന്ന സാത്താനിൽ വിശ്വസിക്കോ? ആരിൽ വിശ്വസിക്കും? യേശുവിൽ. അധികാരമുള്ളവനിൽ, എന്നെ വിളിച്ച ദൈവത്തിൽ. വിളിച്ച ദൈവം വിശ്വസ്തൻ തന്നെ. ഹല്ലേലൂയ. അധികാരമുള്ളവൻ എന്ത് ചെയ്യുന്നറിയാമോ? സ്വത്രം. കാനാവിലെ കല്യാണത്തിന് യേശു ക്രിസ്തുവിനെ ക്ഷണിച്ചിരുന്നില്ലേ? പോരായികയാൽ എന്ന് പറഞ്ഞാൽ വീഞ്ഞിന് വേണ്ടുന്ന ഗുണഗണങ്ങൾ അത്ര പോരാ. ചിലത് പറയത്തില്ലേ, കറി അത്ര പോരാ, ഇന്ന് വെച്ച കറി അത്ര പോരാ, ഇന്നത്തെ മീൻ അത്ര പോരാ, പൈസ ശരിക്കായി പക്ഷേ മീൻ അത്ര പോരാ. പക്ഷെ ഈ കല്യാണ വീട്ടിൽ വീഞ്ഞുണ്ട്, വീഞ്ഞ് അത്ര പോരാ. എന്നാൽ പോരുന്ന വീഞ്ഞ് കൊടുക്കാൻ കഴിവുള്ള ഒരാളതിനകത്തുണ്ട്. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. പോരായികയാൽ എൻ്റെ അപ്പം പറഞ്ഞു പച്ചവെള്ളം നിറയ്ക്കാൻ പറഞ്ഞു. ഇവർ കോരി അങ്ങ് നിറച്ചു, കോരി കൊണ്ടുവന്ന് അങ്ങ് വീഴ്ത്തി കൊടുത്തു. എന്താ സംഭവിച്ചേ? രുചിച്ചു നോക്കിയാറേ. വായിച്ചേ. ഇപ്പോൾ കോരി വിരുന്ന് വഴി കൊണ്ടുപോയി കൊടുപ്പിനെന്ന് അവൻ പറഞ്ഞു. അവർ കൊണ്ടുപോയി കൊടുത്തു. അത് എവിടെയെന്ന് വെള്ളം കോരി ശുശ്രൂഷക്കാരല്ലാതെ വിരുന്ന് വാഴി അറിഞ്ഞില്ല. അടുത്ത് വീഞ്ഞായി തീർന്ന വെള്ളം വിരുന്ന് വാഴി രുചിച്ചു നോക്കിയാറേ. വീഞ്ഞായി തീർന്ന വെള്ളം രുചിച്ചു നോക്കിയാറേ മണവാളനെ വിളിച്ചു. എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ച ശേഷം ഇളപ്പമായതും കൊടുക്കുമാറുണ്ട്. അടുത്ത് നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വച്ചുവല്ലോ എന്ന് അവനോട് പറഞ്ഞു. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി കണ്ടോ. നല്ല വീഞ്ഞിനെ എൻ്റെ അപ്പൻ കൊടുത്തു. ഇല്ലായ്മയുടെ നടുവിൽ ഇറങ്ങിച്ചെന്ന് അത്ഭുതങ്ങളുടെ ആരംഭമായി എൻ്റെ ദൈവം എന്ത് ചെയ്തു? അവിടെ അത്ഭുതം ചെയ്തു. ഞാനാകുന്നു എന്ന് എൻ്റെ ദൈവം അവിടെ തെളിയിച്ചു. രണ്ടാമത് വീണ്ടും വായിക്കുമ്പോൾ യോഹന്ന സുവിശേഷം 5-ാം അധ്യായം 2-ാം വാക്യം വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു. വായിച്ചേ. യോഹന്ന സുവിശേഷം 5-ാം അധ്യായം 2-ാം വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. യെരൂശലേമിൽ ആട്ടുവാതിൽക്കൽ ബെഥസ്ത എന്ന് എബ്രായ പേരുള്ള ഒരു കുളമുണ്ട്. അതിന് 5 മണ്ഡപമുണ്ട്. ആട്ടുവാതിക്കലിൽ ഹല്ലേലൂയ. ഞാൻ തന്നെ വാതിലാകുന്നു എന്ന് പറഞ്ഞവൻ ആട്ടുവാതിക്കൽ ചെന്ന്. കേട്ടോ, ഞാൻ തന്നെ വാതിലാകുന്നു എന്ന് പറഞ്ഞവൻ ആട്ടുവാതിക്കൽ ചെന്നു. ഞാനാകുന്നു എന്ന് പുറപ്പാടിൽ മോശയോട് പറഞ്ഞവൻ യോഹന്ന സുവിശേഷം വായിക്കുമ്പോൾ അതിനകത്തുതാ 5 മണ്ഡപങ്ങളുള്ള ആട്ടുവാതിക്കൽ ഞാൻ വാതിലാകുന്നു എന്ന് പറഞ്ഞവൻ ഇറങ്ങിച്ചെന്നു. അടുത്തവർ വായിച്ചേ. അവയിൽ വ്യാധിക്കാർ, കുരുടർ, മുടന്താർ, ക്ഷയരോഗികൾ ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിന്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു. അതത് സമയത്ത് ദൂതൻ കുളത്തിലിറങ്ങി വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചാൽ ആമേൻ. വെള്ളം കലക്കുമ്പോൾ ഏത് വ്യാധി പിടിച്ചവനായിരുന്നാലും സൗഖ്യം. ഹല്ലേലൂയ. അടുത്തവർ വായിച്ചേ. അവന് സൗഖ്യം വരും. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ച് കിടന്നൊരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ യേശുവിനേക്കാൾ എത്ര വയസ്സ് കൂടുതലാണ്? യേശു അവിടെ ജനിച്ചിട്ട് എത്ര വർഷമായി? 30 വയസ്സ് കഴിഞ്ഞേ ഉള്ളല്ലേ? സ്തോത്രം. എന്നാൽ അതിനേക്കാൾ എത്ര വർഷമായി? 38 വർഷമായി. സ്തോത്രം. അപ്പൊ യേശു ക്രിസ്തു ഭൂമിയിൽ വരുന്നതിന് മുമ്പേ എവിടെ കിടക്കയാ? ബെഥസ്ത കുളത്തിന്റെ കരയിൽ കിടക്കയാ. എന്നാൽ ആട്ടുവാതിക്കൽ കിടക്കുന്ന ബെഥസ്ത കുളത്തിൽ കിടക്കുന്നവന്റെ അടുക്കൽ സ്തോത്രം ഞാൻ വാതിലാകുന്നു എന്ന് പറഞ്ഞവൻ ഇറങ്ങിച്ചെന്ന് അവന്റെ കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞു, നീ ഇതുവരെ നിന്നെ ഈ കിടക്ക ചുമന്നു, പക്ഷെ നീ ഇനി കിടക്കെ തൂക്കിക്കോ. യേശുവിൻ നാമത്തിൽ അവിടെ അത്ഭുതം ഇറങ്ങി. ഇന്ന് പകൽക്കാലം അതേ കർത്താവ് നമ്മുടെ ആലയത്തിനകത്ത് വന്നിട്ടുണ്ട്. എന്തിനു വേണ്ടി? വർഷകാലമായി ജീവിതത്തിനകത്ത് തകർന്ന് തരിപ്പണമായി നിന്നെ എഴുന്നേൽപ്പിക്കാൻ കഴിവുള്ള ഒരു ദൈവം. ഹല്ലേലൂയ. പാപത്തിന്റെ കിടക്ക വിട്ട്, ശാപത്തിന്റെ കിടക്ക വിട്ട്, ഇരുട്ടിന്റെ കിടക്ക വിട്ട്, രോഗത്തിന്റെ കിടക്ക വിട്ട്, ദുഷ്ടമണ്ഡലത്തിന്റെ കിടക്ക വിട്ട്, ഏതെല്ലാം കിടക്കകത്താണോ നീ വർഷകാലമായി പാരമ്പര്യ മണ്ഡലങ്ങൾ നിന്നെ ഒതുക്കിയിരിക്കുകയാണോ? എന്നാൽ ആ കിടക്കയിൽ നിന്ന് പൊട്ടിച്ചെഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവം ഇന്ന് ഈ ആലയത്തിനകത്ത് വന്നിട്ടുണ്ട്. ഞാൻ ആ വാതിലാകുന്നു എന്ന് പറഞ്ഞവൻ. ഹല്ലേലൂയ. ആ വാക്യം അടുത്ത വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നത് വായിച്ചേ.
അവൻ കിടക്കുന്നത് യേശു കണ്ടു. യേശു കണ്ടു, യേശു കണ്ടു, യേശു കണ്ടു. 38 വർഷമായി യേശു കണ്ടു. അടുത്തവരി ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞ്. എത്ര കാലമായി? ഏറിയ കാലമായിരിക്കുന്നു യേശു അറിഞ്ഞിട്ട് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് യേശു ചോദിച്ചു. മോനെ, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. അടുത്ത രോഗി അവനോട്, യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് പറഞ്ഞു. അടുത്ത വരി യേശു അവനോട് എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്ത് നടക്ക എന്ന് പറഞ്ഞു. ഇതുവരെ നിന്നെ അവിടെ കിടത്തിയില്ലേ കിടക്ക, അതിന് നീ എടുത്തോ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇതുവരെ നിന്നെ ആ കിടത്തിയല്ലേ, നിന്നെ പിടിച്ച് കിടത്തിയ കിടക്കയില്ലേ, ആ കിടക്ക നീ എടുത്തോ. ഇനി നീ അവയെ എടുക്കുകയാണ്. നിന്നെ അവൻ ചുമക്കണ്ട. ഇന്ന് ഇതിനകത്ത് ആരൊക്കെ കെട്ടുകളെ പൊട്ടിക്കുവാൻ ഒരുവൻ ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. അത് യേശു ക്രിസ്തു അത്രേ. സകല നാമത്തിന് മേലായ നാമമുള്ള യേശു എന്ന നാമമുള്ള ദുഷ്ടശക്തികളെ തകർക്കുന്ന, ഇരുമ്പോടാമ്പല്ല ഖണ്ഡിക്കുന്ന, ഞാനാകുന്നു എന്ന് പറഞ്ഞ സ്വത്രം ഫറവോന്റെ കൊട്ടാരത്തിനകത്തേക്ക് മോശെ പറഞ്ഞയച്ച ഊരിപ്പിടിച്ച വാളുമായി യോശുവയുടെ മുൻപിൽ ഇറങ്ങി വന്ന സ്വത്ര അബ്രഹാം കൂടാര വാതിക്കൽ ഇരിക്കുമ്പോൾ അവിടെ ഇറങ്ങി വന്ന സൈന്യത്തിന്റെ അധിപതി ഇന്ന് ഇതിനകത്തും വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. എന്തിനുണ്ടെന്നറിയാമോ? വർഷകാലമായി നിന്നെ ഒതുക്കിയ ചിലതിനെ ഇന്ന് അഴിച്ചു മാറ്റി ചാടി എഴുന്നേൽക്കാൻ സ്തോത്രം ശക്തി തരുവാൻ അധികാരമുള്ള ഒരുവൻ നമ്മുടെ പള്ളിക്കകത്ത് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. 2 നമ്മൾ ധ്യാനിക്കുക. 1 നമ്മൾ ധ്യാനിച്ചു, ഞാനാകുന്നവൻ എവിടെ എത്തി? കാനാവിലെ കല്യാണ വീട്ടിലെത്തി. ഞാനാകുന്നു എന്ന് തെളിയിച്ചു. പുറപ്പാടിൽ പറഞ്ഞ ഞാൻ തന്നെയാണ്. എന്തോന്ന്? ഞാൻ സാക്ഷാൽ മുന്തിരി പള്ളി. 2 ഞാൻ വാതിൽ. ഹല്ലേലൂയ. 3 4-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം വായിക്കുമ്പോൾ 53-ാം വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് വായിച്ചേ. 4-ാം അധ്യായം 53-ാം വാക്യം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 53-ാം വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. ആകയാൽ നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് യേശു പറഞ്ഞ നാഴികയിൽ തന്നെ എന്ന് അപ്പൻ ഗ്രഹിച്ചു. കണ്ടോ സ്വത്രം. ഒരു 43 മൈലിനപ്പുറം ഉള്ള ഒരു മനുഷ്യൻ നടന്ന് യേശു ക്രിസ്തു എൻ്റെ കുഞ്ഞിനെ സൗഖ്യമാക്കുമെന്ന് പറഞ്ഞ് രാജഭൃത്യൻ അവിടെ നടന്നു വന്നു. ദൈവത്തിന് സ്വത്രം. 43 മൈലുകൾ നടന്ന് സ്വത്രം യേശു ഇരിക്കുന്ന സ്ഥലത്തേക്ക് വന്നു. യേശു ഹല്ലേലൂയ പറഞ്ഞു, മോനെ, ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും. വഴിയും സത്യവും ജീവനുമായവൻ ആരെ തൊട്ടു? ആ മനുഷ്യന്റെ മകനെ തൊട്ടു. എപ്പോൾ സൗഖ്യമാകുമെന്ന് യേശു പറഞ്ഞു, അപ്പോൾ തന്നെ വഴിയാകുന്ന ജീവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞവൻ നിന്നെ അയച്ചിരിക്കുന്നു എന്ന് പറയണം. ഞാനാകുന്നവൻ സാക്ഷാൽ മുന്തിരിവള്ളി, ഞാനാകുന്നവൻ സാക്ഷാൽ വാതിൽ, ഞാനാകുന്നു എന്നുള്ളവൻ വഴിയും സത്യവും ജീവനും. നിങ്ങൾക്ക് എത്ര മനസ്സിലായെന്ന് എനിക്കറിഞ്ഞത്തില്ല. വായിച്ച 4:53. ആകയാൽ നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് യേശു പറഞ്ഞ നാഴികയിൽ തന്നെ എന്ന് അപ്പൻ ഗ്രഹിച്ചു. അപ്പൊ തന്നെ സൗഖ്യമാക്കി. സ്തോത്രം. വഴിയും സത്യവും ജീവനുമാകുന്ന യേശു അവിടെ സൗഖ്യമാക്കി. യോഹന്നാൻ 6-ാം അധ്യായം 13-ാം വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. 5 അപ്പവും 2 മീനും എടുത്ത് എൻ്റെ അപ്പൻ വാഴ്ത്തി നുറുക്കി. സ്തോത്രം. വായിച്ചേ. 5-ാം അധ്യായം 13-ാം വാക്യം മുതൽ അങ്ങോട്ട് വായിച്ചേ. 5 യവത്തപ്പത്തിൽ നിന്ന് ശേഷിച്ച കഷണം അവർ ശേഖരിച്ചു. 12 കുട്ട നിറച്ചെടുത്തു. എത്ര കുട്ട നിറച്ചെടുത്തു? ഇന്ന് കർത്താവേ ഇനി എന്ത് ചെയ്യും അപ്പാ? ജീവിതത്തിനകത്ത് ഇന്ന വിഷയങ്ങളുണ്ട് കർത്താവേ. ഒരുപാട് പ്രശ്നങ്ങളാണ് എൻ്റെ മുൻപിൽ, ഒരുപാട് പ്രതിസന്ധികളാണ് എൻ്റെ മുൻപിൽ, ഒരുപാട് പ്രതികൂലങ്ങൾ എൻ്റെ മുൻപിലുണ്ട്. ഞാൻ ഇനി എന്ത് ചെയ്യും കർത്താവേ എന്ന് ഞാനും നിങ്ങളും പതറുമ്പോൾ കർത്താവ് പറയും, മക്കൾ, നിൻ്റെ കയ്യിൽ എന്തുണ്ട്? 5 അപ്പമുണ്ട്, മതി. 2 മീനുണ്ട്, മതി. എടുക്കേണ്ടവൻ എടുത്താൽ, നുറുക്കേണ്ടവൻ നുറുക്കിയാൽ, വാഴ്ത്തേണ്ടവൻ വാഴ്ത്തിയാൽ, ഹല്ലേലൂയ, വിളമ്പേണ്ടവൻ വിളമ്പിയാൽ, കൊടുക്കേണ്ടവൻ കൊടുത്താൽ, കൽപ്പിക്കേണ്ടവൻ കൽപ്പിച്ചാൽ, ഇന്ന് പകൽക്കാലം വ്യത്യസ്തമായ ഭാരത്തോടും വിഷയത്തോടായിരിക്കും നീ ഇതിനകത്ത് വന്നിരിക്കുന്നത്. കർത്താവ്, ഞാൻ ഇനി എന്ത് ചെയ്യും? കർത്താവ്, ആ വിഷയത്തിന് എന്നൊരു മറുപടി കിട്ടും. അയ്യോ, ഞാൻ എന്ത് ചെയ്യും? ഞാൻ ലജ്ജിച്ചു പോകേണ്ടി വരുമോ? ഇല്ല. കർത്താവിൽ വിശ്വസിച്ചിരിക്കുന്ന പൈതലെ, കർത്താവിൽ ജീവിക്കുന്ന മകനെ, മകളെ, നിന്നെ തള്ളിക്കളയുന്നൊരു ദൈവമല്ല. അതത് സമയത്ത് വേണ്ടുന്നത് കരങ്ങളിൽ തന്ന്, അതത് സമയത്ത്
കാക്കകളെ പുലർത്തുന്ന ദൈവമാ, പറവകളെ പുലർത്തുന്ന ദൈവമാ, പറവജാതി അനുഗ്രഹിക്കുന്ന ദൈവമാ, സകലത്തിനും അതതിന് വേണ്ടത് കൊടുക്കുന്ന ദൈവമാ. ഇന്ന് ഇതിനകത്തും ഒരുപക്ഷെ ഇതിനകത്തിരിക്കുന്ന ചിലർ വ്യത്യസ്തമായ ഭാരത്തോടെ കർത്താവെ നാളെ ഞാൻ ഇനി എന്ത് ചെയ്യും, അടുത്ത് ഞാൻ ഇനി എന്ത് ചെയ്യുമെന്നായിരിക്കും ഇരിക്കുന്നത്. കർത്താവ് മക്കളെ, കർത്താവിന്റെ കരത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ വാഴ്ത്തി നുറുക്കി തരുമ്പോൾ മിച്ചം വരുത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. തള്ളിക്കളയുന്ന ഒരു ദൈവമല്ല. അയ്യോ എല്ലാം തീർന്നു എന്ന് മനുഷ്യൻ പറയും, ഇനി എങ്ങനെ നടക്കും എന്ന് പറയൂല്ലേ. 5000 പേർക്ക് ഞാൻ എങ്ങനെ പോഷിപ്പിക്കുന്നു പറയൂല്ലേ. ഈ കാര്യം എങ്ങനെ നടക്കുമെന്ന് ചിന്തിക്കുമല്ലേ. എൻ്റെ കർത്താവ് പറയും, വിഷയം ദൈവത്തിന്റെ കയ്യിലാണോ? നീ ദൈവത്തിന്റെ കയ്യിലാണോ? നീ ദൈവത്തിന്റെ കയ്യിലാണോ? നീ ദൈവത്തിൻ്റെതാണോ? നീ ദൈവത്തിന്റെ മകളാണോ? നീ ദൈവത്തിന്റെ അധികാരം പ്രാപിച്ച പൈതലാണോ? നീ ക്രിസ്തുവിൽ ജീവിക്കുന്ന പൈതലാണോ? എന്നാൽ നീ പേടിക്കണ്ട, അതത് സമയമാകുമ്പോൾ നുറുക്കി തരുന്നൊരു ദൈവം. ഹല്ലേലൂയ. ഇതിനകത്ത് വ്യത്യസ്തമായ വിഷയത്തോടും ഭാരത്തോടും വേദനയോടെ ഇരിക്കാം ഇതിനകത്ത് ഇരിക്കുന്നത്. കർത്താവേ ഞാൻ നീ എന്ത് ചെയ്യും, കർത്താവ് ഞാൻ നീ എന്ത് ചെയ്യും എന്ന് ചോദിച്ചിട്ടായിരിക്കും ഇരിക്കുന്നത്. പക്ഷെ അവിടെയും പുറപ്പാട് പുസ്തകത്തിനകത്ത് വിക്കനായ മോശ എങ്ങനെയായിരിക്കാം പറഞ്ഞ് അവിടെ ചെന്ന് സ്തോത്രം ഹല്ലേലൂയ. മുൾപ്പടർപ്പിൻ്റെ നടുവിൽ യഹോവയാകുന്ന ദൈവം അവിടെ അങ്ങോട്ട് ഇറങ്ങി. മോശക്കറിയത്തില്ല ഈ ദൈവം എങ്ങനെ ഇരിക്കുമെന്ന്. ഈ ദൈവം എങ്ങനെ ഇരിക്കുന്നത് മോശക്കറിയത്തില്ല. ഹല്ലേലൂയ. അങ്ങോട്ട് ഇറങ്ങി ഈ വിക്കുള്ള മോശ സ്തോത്രം എന്തുമാത്രം ബുദ്ധിമുട്ടിയായിരിക്കും ഈ കർത്താവിനോട് ചോദിച്ചത്. എങ്ങനെ ചോദിച്ചത്? കർത്താവേ, ആ ഫറവോൻ്റെ കൊട്ടാരത്തിനകത്ത് ഞാൻ പോകുമ്പോഴേ അവരെന്നോട് എന്നെ ആരയച്ചെന്ന് ചോദിക്കുന്ന ആ ഒറ്റ വരി എത്ര സമയമെടുത്തായിരിക്കും മോശയുടെ വായിലൂടെ അത് പുറത്തു വന്നത്. അത്രയും സമയം ആര് കേട്ടോണ്ടെന്നു? ദൈവം കേട്ടോണ്ടെന്നു അല്ലേ. ആ വിക്കിൻ്റെ നടുവിൽ ചിലപ്പോൾ ഒരക്ഷരം പറഞ്ഞിട്ട് കുറേ നേരം അങ്ങ് വിക്കി നിന്ന് കാണും. ഇത്രയും നേരവും വിക്കി 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 നിന്ന് മോശയുടെ മുമ്പിൽ എൻ്റെ അപ്പൻ നിന്നു കേട്ടോ. ഹല്ലേലൂയ. അടുത്ത മറുപടി, വിൽക്കുന്നവൻ്റെ വിക്ക് മാറ്റാൻ എൻ്റെ ദൈവത്തിന് പറ്റുമായിരുന്നു. പക്ഷേ എടാ, വിക്കനായ നിന്നെയും സൃഷ്ടിച്ചത് ഞാനല്ലയോ. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ ചിലർ പറയും, കർത്താവേ എന്ത് ചെയ്യാൻ, സാരമില്ല സാരമില്ല. ഹല്ലേലൂയ. മോശയോട് പറഞ്ഞു, മോശ നീ പോയി പറ, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറ. ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നുള്ളവൻ നിന്നെ അയച്ചെന്ന് പറഞ്ഞാൽ മതി. മോശ അതുപോലെ എന്തുമാത്രം സമയമെടുത്തായിരിക്കും എവിടെ പോയി പറഞ്ഞത്? ഫറവോന്റെ കൊട്ടാരത്തിനകത്തും പോയി പറഞ്ഞത്. പക്ഷേ അവിടെ പറയുമ്പോഴും ഈ ദൈവത്തിൻ്റെ വാക്കിന് ശക്തി ഉണ്ടായിരുന്നു. ഈ വാക്ക് എവിടെയെല്ലാം ഉച്ചരിച്ചുവോ അവിടെയെല്ലാം ശക്തി. ഈ വാക്കുള്ളവന് അപ്പം എടുത്തു. വായിച്ച് ഒന്നുകൂടെ വായിച്ച്, ഇപ്പോൾ വായിച്ച വചനം യോഹന്ന സുവിശേഷം 6-ാം 13-ാം വാക്യം ഒന്നുകൂടെ വായിച്ച്. 5 യവത്തപ്പത്തിൽ നിന്ന് ശേഷിച്ച കഷണം അവർ ശേഖരിച്ചു. 12 കുട്ട നിറച്ചെടുത്തു. യോഹന്ന സുവിശേഷം 6:35, 6:48, 6:51 വായിച്ചേ. യോഹന്നാൻ 6:35, 48, 51 വായിച്ചേ. യേശു അവരോട് പറഞ്ഞത്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. കണ്ടോ യേശു എന്താ പറഞ്ഞേ? മക്കളെ, ഈ ഭക്ഷണമൊക്കെ ഞാൻ തന്നു, ശരിയാണ്. 5 അപ്പവും 2 മീനും കൊണ്ട് മിച്ചം വന്നു അല്ലേ. പക്ഷെ ഇത് മാത്രം തരുന്നതല്ല ഞാൻ, പിന്നെ ജീവന്റെ അപ്പമാണ്. വായിച്ചു, ഒന്നുകൂടെ വായിച്ചേ. യേശു അവരോട് പറഞ്ഞത്, ഞാനാകുന്നു എന്നുള്ളവൻ ജീവന്റെ അപ്പമായി. കണ്ടോ വന്നേ, ജീവന്റെ അപ്പം. ഒന്നും തോന്നാ, ഞാൻ സാക്ഷാത് മുന്തിരിവള്ളി. 2, ഞാൻ വാതിൽ. ഞാൻ വഴിയും സത്യവും ജീവനും. അടുത്ത്, ഞാൻ ജീവന്റെ അപ്പം. വായിച്ചേ. ഞാൻ ജീവന്റെ അപ്പമാകുന്നു. ഞാൻ ജീവന്റെ അപ്പമാകുന്നു. എന്റെ അടുക്കൽ വരുന്നവനെ വിശക്കയില്ല. എന്നിൽ വിശ്വസിക്കുന്നവനെ ഒരു നാൾ ദാഹിക്കുകയുമില്ല. 48 വായിച്ചേ. ഞാൻ ജീവന്റെ അപ്പമാകുന്നു. നിങ്ങളുടെ പിതാക്കന്മാർ. മതി. 51 വായിച്ചേ. സ്വർഗത്തിൽ നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. സ്വർഗത്തിൽ നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു യേശു. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, എൻ്റെ അപ്പൻ ജീവന്റെ അപ്പമായിട്ട് വന്നു ഇല്ലേ. ജീവൻ തരുവാൻ, നിത്യ നരകത്തിനകത്ത് നിത്യതയിൽ കൊണ്ടുപോകാൻ തക്കതായ ജീവനെ തരുവാൻ കഴിവുള്ള യേശു. നിത്യദണ്ഡനത്തിനകത്ത് നിന്ന് നിത്യതയ്ക്കകത്തേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള ജീവന്റെ നാഥനാകുന്ന, ജീവന്റെ അപ്പമാകുന്ന യേശു. അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി, മീനും എടുത്ത് നുറുക്കി മാത്രം കൊടുക്കാൻ അറിയാവുന്നുള്ള ദൈവമല്ല. നരക തീക്കകത്ത് നിന്ന് ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കയില്ല എന്ന് യേശു ക്രിസ്തു ആരോട് പറഞ്ഞു? ശമരിയ സ്ത്രീയോട് പറഞ്ഞു അല്ലേ. യോഹന്നാൻ 4 പറഞ്ഞു, നീ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും. യോഹന്നാൻ 4:10 പറഞ്ഞു, നീ ദൈവത്തിന്റെ ദാരവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്ന് പറഞ്ഞെങ്കിൽ അവൻ എന്ത് ചെയ്യുമായിരുന്നു?
കൊടുക്കുമായിരുന്നു. ഹല്ലേലൂയ. നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് എന്ത് തരുമായിരുന്നു? ജീവനുള്ള വെള്ളം തരുമായിരുന്നു അല്ലേ? സ്വത്രം. ഹല്ലേലൂയ. നീ ദൈവത്തിന്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും നീ അറിഞ്ഞുവെങ്കിൽ നീ അവനോട് ചോദിക്കുമായിരുന്നു, അവൻ നിനക്ക് ജീവനുള്ള വെള്ളം തരുമായിരുന്നു. ഈ വെള്ളം കുടിക്കുന്നവരെല്ലാം പിന്നെയും എന്ത് ചെയ്യും? ദാഹിക്കും. എന്നാൽ യേശു കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന ഒരു ഉറവയായി മാറും. ആ ജീവനെ തരാൻ യേശു വന്നു. യേശു പറഞ്ഞു, മക്കളെ, അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി കൊടുത്തൂല്ലേ? അവർ കഴിച്ചു, മിച്ചം വന്നു. ഇന്ന് ഇതിനകത്ത് വ്യത്യസ്തമായ വേദനയോടും ഭാരത്തോടും നുറുക്കത്തോടും ഇരിക്കുന്ന പൈതലേ, ഈ കടം എങ്ങനെ മാറും? ഇതിനകത്ത് എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ അപ്പാ എന്ന് നീ ഞരങ്ങുമ്പോൾ, സ്വത്രം, ഈ അപ്പം മാത്രം തരാൻ കഴിവുള്ള ദൈവമല്ല നമ്മുടെ ദൈവം. പിന്നെയോ നിത്യദണ്ഡനത്തിനകത്തുനിന്ന് നിത്യത്തിലെത്തിക്കാൻ കഴിവുള്ള ജീവന്റെ അപ്പമാണ് എൻ്റെ യേശു ക്രിസ്തു. ഈ ജീവൻ എൻ്റെ അകത്ത് വന്നാൽ സ്വത്രം മരിച്ചാലും ജീവിക്കും. ഓ, നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? ഹല്ലേലൂയ. പാട്ടുകാരൻ പാടി, ഒരിക്കൽ യേശു ക്രിസ്തു വചനം പ്രസംഗിച്ച് അത്ഭുതങ്ങളും അതിശയങ്ങളും ചെയ്തു വന്നു. 6-ാമത്തെ ഇതിനകത്ത് തന്നെ സ്തോത്രം, ശിഷ്യന്മാരെല്ലാം അത്ഭുതങ്ങൾ കണ്ടു, അതിശയങ്ങൾ കണ്ടു, അടയാളങ്ങൾ കണ്ടു. കട്ടിയായ വചനം യേശു പറയാൻ തുടങ്ങിയപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, കർത്താവേ, ഇത്രയും കട്ടിയായ വചനം പറഞ്ഞാൽ ആര് നിൽക്കുമെന്ന് ചോദിച്ചു. യേശു കർത്താവ് ചോദിച്ചു, സ്തോത്രം, നിങ്ങൾക്ക് പോകണമെന്നുണ്ടോ? കട്ടിയായിട്ടുള്ള വചനം കേൾക്കാൻ യേശു പറഞ്ഞു, നിത്യ നരകത്തിനകത്തുനിന്ന് നിത്യത്തിൽ കൊണ്ടുപോയിക്കുവാൻ കഴിവുള്ള അപ്പമാണ് ഞാൻ. സ്തോത്രം, പാലും തേനും ജനത്തിന് കൊടുത്തു. സ്തോത്രം, ഒരുപാട് അത്ഭുതങ്ങളും അതിശയങ്ങളും ദൈവപ്രവർത്തികളെല്ലാം ദൈവം ചെയ്തപ്പോൾ ജനം ദൈവത്തിൻ്റെ വചനം കേട്ട് സ്തോത്രം സന്തോഷിച്ചു, ആനന്ദിച്ചു. എന്നാൽ യേശു സ്തോത്രം കട്ടിയായിട്ടുള്ള വചനം കൊടുത്തു, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. ഓഹോ, എവനെ എങ്ങനെ തിന്നുവെന്നായി പിന്നെ സ്തോത്രം. ജനം ഇടറി, ജനം മാറി. യേശു പറഞ്ഞു, നിങ്ങൾക്ക് പോകണമെന്ന്? കർത്താവ്, ഇങ്ങനെയൊന്നും നീ പ്രസംഗിച്ചാൽ ഈ ജനമൊന്നും ഇരിക്കത്തില്ല. അപ്പച്ചൻ ചോദിച്ചു, നിങ്ങൾക്കും പോകണമെന്നുണ്ടോ? അപ്പോഴാണ് അവിടെ പറഞ്ഞത്, നിത്യജീവമൊഴികൾ നിന്നിലുണ്ടു പരനെ, അങ്ങ് വിട്ടിട്ടാടി ഞങ്ങൾ എങ്ങുപോയി വാസിക്കും, അങ്ങ് വിട്ടിട്ടാടി ഞങ്ങൾ എങ്ങുപോയി വാസിക്കും, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യസമ്പത്തേശുവേ, നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാനാരുമേ, നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാനാരുമേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യസമ്പത്തേശുവേ, നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാനാരുമേ, നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാനാരുമേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യസമ്പത്തേശുവേ. ഹല്ലേലൂയ. സ്തോത്രം. യേശുപ്പ, അങ്ങേ വിട്ട് ഞാൻ എവിടെ പോകും? യേശുപ്പച്ചനോട് പറഞ്ഞു, മക്കളെ, അപ്പം മാത്രം കൊടുക്കാനല്ല, പിന്നെയോ ഞാൻ ജീവൻ്റെ. ഇവിടെ യേശുപ്പച്ചൻ പറഞ്ഞു, ഞാൻ ആരാണ്? ജീവൻ്റെ അപ്പം. യോഹന്നാൻ സുവിശേഷം 9-ാം അധ്യായം 1-ാം വചനം മുതൽ വായിക്കുമ്പോൾ, പിറവിയിലെ കുരുടനായ ഒരുവൻ പിറന്നപ്പോഴേ അവൻ ഇരുട്ട് മാത്രമേ കാണാൻ പറ്റൂ. എങ്ങനെ? പിറവിയിലെ കുരുടൻ. എത്രയൊക്കെ മനസ്സിലായി? സ്തോത്രം. ഇത് 5-ാമത്തെ കാര്യമാണ്, പിറവിയിലെ കുരുടൻ. 1-ാമത് എന്താണെന്ന് പറഞ്ഞ കാനാവിലെ കല്യാണ വീട്ടിൽ വന്നു അല്ലേ? പച്ചവെള്ളത്തെ എന്ത് ചെയ്തു? വീഞ്ഞാക്കി. ഞാനാകുന്നു എന്നുള്ളവൻ കർത്താവ് എന്ത് പറഞ്ഞു? ഞാൻ മുന്തിരി, ഞാൻ സാക്ഷാൽ മുന്തിരി വള്ളി. 2-ാമത് എൻ്റെ യേശുവിടെ പോയി ദൈവത്തിന് സ്തോത്രം, രാജഭൃത്യത്തിൻ്റെ മകനെ സൗഖ്യമാക്കിയില്ലേ? കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴി സത്യവും ജീവനുമാകുന്നു. 3-ാമത് എന്താ സംഭവിച്ചേ? യേശു ക്രിസ്തു ഇവിടെ പോയി, അട്ടുവാതിക്കൽ പോയി അല്ലേ? ഞാൻ തന്നെ വാതിലാകുന്നു എന്ന് പറഞ്ഞല്ലേ? 4-ാമത് എന്താ പറഞ്ഞേ? സ്തോത്രം, ഞാൻ ജീവന്റെ അപ്പം. 5 യോഹന്നാൻ 9:1 മുതൽ ടക്കനെ വായിച്ചേ. അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു. അവന്റെ ശിഷ്യന്മാർ അവരോട്, ജനിച്ചപ്പോഴേ ഇരുട്ടാണ്, പിറവിയിലെ കുരുടൻ. ജനിച്ചപ്പോൾ വല്ല വെളിച്ചം കണ്ടോ? ഇല്ല. ജനിച്ചപ്പോഴേ ഇരുട്ട് മാത്രമേ വെളിച്ചം കണ്ടിട്ടുണ്ടോ? ഇരുട്ട് മാത്രമേ. പക്ഷെ അതുവരെ ഇരുട്ടിലാണ് നടന്നത്. ഇതുവരെ ഇരുട്ടാണ്. ഏതുവരെ? യേശുവിൻ്റെ അടുത്ത് വരും വരെ. പക്ഷെ യേശു അങ്ങോട്ട് ചേറുണ്ടാക്കിയില്ലേ? തുപ്പൽ കൊണ്ട് അതിനെ റെഡിയാക്കി അങ്ങോട്ട് തേച്ചിട്ട് പറഞ്ഞു. എവിടെ പോയി കുളിക്കാൻ പറഞ്ഞു? ശിലോഹം വെള്ളത്തിൽ പോയി
ഒന്നുകൂടെ വായിച്ചേ ടക്കനെ വായിച്ചേ. റബ്ബി, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആർ പാപം ചെയ്തു, ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. അതിന് യേശു, അവനെങ്കിലും അവന്റെ അമ്മയപ്പന്മാരെങ്കിലും. ഇത് 2-3 രീതിയിൽ രോഗങ്ങൾ വരാം. ഒന്ന്, ചിലർക്ക് രോഗം വരുമ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരസുഖവും കാണത്തില്ല. സ്വത്രം. എന്നാൽ ചിലപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ആ വിഷയം മാറും. അതാരിടുന്ന രോഗമാ? ശത്രു ഇടുന്ന രോഗം. ബൈബിളിലുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. യേശുക്രിസ്തു രോഗത്തിൻ്റെ ആത്മാവിനെ ശാസിച്ചപ്പോൾ എന്ത് ചെയ്തു? പോയി. അപ്പോൾ ഇവിടെ കേട്ടിട്ട് ചെന്ന് പറയുമോ ഇത് പിശാചാണ് നിനക്ക് രോഗം ഇട്ടേക്കെന്ന് പറയരുത്. ദൈവത്തിന് സ്വത്രം. അതുകൊണ്ടാണ് നേരത്തെ ഇത്രയും പറയാൻ കാര്യം. പറഞ്ഞ് വേദനിപ്പിച്ച് കരയിപ്പിച്ച് അവരെ തകർത്ത് കളയെല്ലാവരും. ദൈവത്തിന് സ്വത്രം. അപ്പോൾ രോഗം ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരസുഖവും കാണത്തില്ല. 2, ചിലർക്ക് ക്ഷീണം വരും, ചിലപ്പോൾ മരുന്ന് കഴിച്ച് ചിലർക്ക് മാറിയെന്നും അത് നേരെ എവിടെ പോകും? നമ്മൾ കർത്താവിൻ്റെ അടുത്തങ്ങ് പോകും. ദൈവത്തിൻ്റെ സ്വത്രം. 3, ചിലർക്ക് ദൈവപ്രവൃത്തി വെളിപ്പെടാൻ അസുഖങ്ങൾ വരും. പക്ഷെ ഈ കുരുടൻ കുരുടനായി ജനിക്കാൻ കാരണം അപ്പൻ പാവം ചെയ്തുകൊണ്ടല്ല, അമ്മ പാവം ചെയ്തുകൊണ്ടല്ല, വേറെ ആരും പാവം ചെയ്തുകൊണ്ടല്ല, പിന്നെ ദൈവപ്രവൃത്തി വെളിപ്പെടാനാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? ഹല്ലേലൂയ, സ്വത്രം. ഇത് കേട്ട് വെച്ചുകൊണ്ട് വേറെ ഒന്നും ചിന്തിച്ചെടുക്കണ്ട. ഞാൻ വചനം പറഞ്ഞതേ ഉള്ളൂ. ഒന്ന് വായിച്ചേ. അതിന് യേശു അവനെങ്കിലും അവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടില്ല. ദൈവപ്രവൃത്തി അവങ്കൽ വെളിവാകേണ്ടതിന് അത്രേ എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകൽ ഉള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകും. യോഹന്നാൻ 9 കർത്താവായ യേശുക്രിസ്തു കുരുടന്റെ അടുക്കൽ പോയി ചേറുണ്ടാക്കി, തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി, കണ്ണിൽ പൂശി കഴുകിയിട്ട് വരാൻ പറഞ്ഞു. കഴുകിയിട്ട് വന്നപ്പോൾ എൻ്റെ കർത്താവാകുന്ന ജീവന്റെ വെളിച്ചമാകുന്ന ഞാൻ തന്നെ വെളിച്ചമെന്ന് പറഞ്ഞു. എങ്ങനെ? ഞാൻ തന്നെ വെളിച്ചം, ഞാൻ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞ യേശു എന്ന വെളിച്ചത്തെ കുരുടൻ അങ്ങോട്ട് കണ്ടു. ഇതുവരെ കണ്ടത് അവൻ ഇരുട്ടായിരുന്നു. ഇപ്പൊ എത്രനായി? 5. ഞാൻ ലോകത്തിന്റെ വെളിച്ചം, വെളിച്ചമാകുന്ന യേശുവിനെ ഈ കുരുടൻ കണ്ടു. പിറവിയിൽ ആരായിരുന്നു? ഇരുട്ട് മാത്രമേ കാണാനുള്ളൂ. പിറവിയിൽ ആരായിരുന്നു? ഇരുട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ. പിറവിയിൽ ആരായിരുന്നു? ഇരുട്ട് മാത്രമേ കണ്ടുള്ളൂ അല്ലേ? ഹല്ലേലൂയ. ഇരുട്ട് മാത്രമേ കണ്ടേ, തപ്പിയാ നടന്നേ. പക്ഷേ സ്വത്രം, വെളിച്ചമാകുന്ന യേശുവിനെ കണ്ടപ്പോൾ ദൈവത്തിന് സ്വത്രം. ഇരുട്ടിൽ കടന്നവൻ വെളിച്ചമാകുന്ന യേശുവിനെ കണ്ണു തുറന്നപ്പോൾ ആദ്യം കണ്ടത് വെളിച്ചമാകുന്ന യേശു അത്രേ. അതെ, എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഈ പിറവിയിലെ കുരുടന് വെളിച്ചമായി യേശു ചെന്നു. 6 വീണ്ടും ധ്യാനിക്കുമ്പോൾ യോഹന്നാൻ 16-15 വാക്യം വായിക്കുമ്പോൾ പടകിൽ ശിഷ്യന്മാരും യേശുവും കൂടെ യാത്ര ചെയ്യുകയാണ്. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് ശിഷ്യന്മാരുമായി പടകിലേക്ക് യാത്ര ചെയ്ത് പോവുകയാണ്. പടകിൽ യാത്ര ചെയ്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി യേശു അക്കരെ പോയി പ്രാർത്ഥിക്കാൻ വേണ്ടി സ്വത്രം. ശിഷ്യന്മാരും പടകിലേക്ക് യാത്ര ചെയ്യണം. വായിച്ചേ 16-15 മുതൽ വായിച്ചേ. എനിക്കുള്ളത് പിതാവിനുള്ളതൊക്കെയും എനിക്കുള്ളത്, അതുകൊണ്ട് അത്രേ അവൻ എനിക്കുള്ളതിൽ നിന്ന് നിങ്ങൾക്ക് അയച്ചു തരും, അറിയിച്ചു തരും എന്ന് ഞാൻ പറഞ്ഞത്. കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല, പിന്നെയും കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണും. അവന്റെ ശിഷ്യന്മാരിൽ ചിലർ കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല. യേശുക്രിസ്തു മലയിൽ പ്രാർത്ഥന, ശിഷ്യന്മാർ സഞ്ചരിക്കുന്നു. കർത്താവ് ആ ഭാഗത്ത് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. വീട്ടിൽ പോയി വായിച്ചാൽ മതി. സംസാരിച്ചിട്ടുണ്ട്. യേശുക്രിസ്തു എനിക്ക് നിങ്ങൾക്കും വേണ്ടി ശിഷ്യന്മാരെ പടകിലാക്കി യേശു പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ഈ ഭൂമിയിൽ എന്നെ നിങ്ങളെ ആക്കിയിട്ട് എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി പിതാവിൻ്റെ അടുക്കൽ നിന്ന് മധ്യസ്ഥ അണയ്ക്കുന്ന യേശു. ഹല്ലേലൂയ. എന്ത് ചെയ്യുന്നു? മധ്യസ്ഥ. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. യേശുക്രിസ്തു എന്ത് ചെയ്യുന്നു? മധ്യസ്ഥ അണയ്ക്കുന്നു. യേശുക്രിസ്തു എന്ത് ചെയ്യുന്നു? എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി യേശുക്രിസ്തു നല്ല ഇടയനായി. എൻ്റെ അപ്പൻ എന്ത് ചെയ്യുന്നു? എനിക്ക് വേണ്ടി ഞാൻ നല്ല ഇടയൻ. കർത്താവ് യേശുക്രിസ്തു ഉയരത്തിൽ നിന്ന് പറയുകയാണ്, കണ്ടോ എൻ്റെ കൈയും കാലും കണ്ടോ? നല്ല ഇടയനായി ഞാൻ എൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുത്തു. അതുകൊണ്ട് എൻ്റെ പൈതലിനെ ഒരിക്കലൂടെ വളരട്ടെ, ഒരിക്കലൂടെ നോക്കട്ടെ, ഒരിക്കലൂടെ വചനം കേൾക്കട്ടെ, ഒരിക്കലൂടെ ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ തൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കും. ഒറ്റ വാക്യം കൂടെ ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്നു. യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായം വായിക്കുമ്പോൾ 7-ാമത്തെ ഞാനാകുന്നു എന്ന് പറഞ്ഞവൻ ലാസർ മരിച്ചു. കല്ലറയിൽ കിടക്കെ 4 ദിവസമായി. ഹല്ലേലൂയ. മരിച്ചു, നാറ്റം വെച്ചു, ശരീരം മണ്ണോട് ചേർന്നു.
ജീർണിച്ചു. സ്വത്രം ദുർഗന്ധം വമിക്കുന്ന നിലവാരത്തിലെത്തി. ആളെന്ന് പറയാൻ പറ്റാത്ത നിലവാരത്തിൽ ലാസർ കല്ലറയ്ക്കകത്ത് കിടക്കുകയാണ്. എന്നാൽ ഇവിടെ ഇതാ ദൈവത്തിന് സ്വത്രം യേശു വരുമ്പോൾ സ്വത്രം ലാസറിനെ ലാസറേ ജീവനും സ്വത്രം ആകുന്നു. ഹല്ലേലൂയ. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? 7 ഞാനാകുന്നവൻ ഞാനാകുന്നു. ഒരു വശത്ത് 7 അത്ഭുതവും മറുവശത്ത് 7 പ്രാവശ്യം യേശു പറയുന്നു ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാകുന്നു, ഞാൻ വാതിലാകുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു. ഹല്ലേലൂയ. ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. നിങ്ങൾക്ക് എത്രയൊക്കെ വെളിപ്പെട്ടു ഞാൻ പറഞ്ഞ കാര്യം? ഈ ജീവൻ്റെ അപ്പമാകുന്ന യേശു ക്രിസ്തു എന്നോട് നിങ്ങളോട് പറയണം, മക്കളെ, കർത്താവ് സ്വർഗത്തിൽ സ്വത്രം നമുക്ക് വേണ്ടി മധ്യസ്ഥാനിക്കുന്നുണ്ട്. ഇന്ന് വ്യത്യസ്തമായ വിഷയത്തോടായിരിക്കാം ഇതിനകത്ത് വന്നത്. ഹല്ലേലൂയ. എന്നാൽ ഏതെല്ലാം വിഷയത്തോടെ വരുമ്പോഴും യേശു നമ്മുടെ നടുവിൽ വന്ന് പറയുന്നു, മക്കളെ, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ഞാൻ തോറ്റ ദൈവമല്ല, പിന്നെയോ ഞാൻ ജയിച്ചവൻ. സ്വർഗത്തിൽ സകല ദൂതന്മാരും വാഴ്ത്തുന്നൊരു നാമം, അത് യേശുവെന്ന നാമം. ഭൂമിയിൽ സകല അത്ഭുതങ്ങൾ ചെയ്യുവാൻ അധികാരമുള്ള നാമം യേശുവിൻ്റെ നാമം. പാതാളത്തെ കിടുകിട വിറപ്പിച്ച യേശുവിൻ്റെ നാമം, അത്ഭുത നാമം. ഇന്ന് ഈ നാമമാണ് നമുക്ക് തന്ന യേശുവിൻ്റെ രക്തത്താൽ വിടുവിച്ച നാമം. പാതാള ശക്തികളെ വിറപ്പിച്ച് മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി. കൊലോസ്യർക്കുള്ള ലേഖനം 2-ാം അധ്യായം 13-14 വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നത് വായിച്ചേ, ടക്കനെ വായിച്ചേ. കൊലോസ്യർക്കുള്ള ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 13-14 വാക്യം. അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവനോട് കൂടെ ജീവിപ്പിച്ചു. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായ്ച്ചു ക്രൂശിൽ തറച്ചു നടുവിൽ നീക്കിക്കളഞ്ഞു. എന്ത് ചെയ്തു? നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അടുത്ത വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി പിശാചിനെ പരസ്യ കാഴ്ചയാക്കി. ഇതിനകത്ത് ഇരിക്കുന്ന ഓരോരുത്തർക്കും എതിരെയുള്ള ശത്രുവിൻ്റെ സകല മണ്ഡലങ്ങളെയും ക്രൂശിൽ യേശു തകർത്ത് ചതച്ച് വരച്ചു. ഹല്ലേലൂയ. ആ യേശു മരിച്ചപ്പോൾ, ആ യേശു ക്രൂശിൽ മരിച്ചപ്പോൾ ആ യേശുവിനോട് കൂടെ ആരുണ്ടായിരുന്നു? ഞാനും ഉണ്ടായിരുന്നു. യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചതാരാ? യേശുക്രിസ്തുവിന് താനെ എഴുന്നേറ്റ് വരാൻ പറ്റുമായിരുന്നോ? ഇല്ലായിരുന്നോ? പറ്റുമായിരുന്നു. എന്നാൽ യേശു താനെ എഴുന്നേറ്റ് വന്നോ? ഇല്ല. ആര് ഉയർപ്പിച്ചു? യേശു മാത്രമായിരുന്നോ ഉയർത്തത്? പിന്നെ അതിൻ്റെ കൂട്ടത്ത് ആരെല്ലാം മുൻനിർണയ പ്രകാരം വിളിച്ചിട്ടുണ്ടോ അവരെല്ലാം കൂടെ ചാടി അങ്ങ്. നിങ്ങൾക്ക് എത്രക്കും മനസ്സിലായി? ഹല്ലേലൂയ. അവിടെ യേശു മാത്രമല്ലായിരുന്നു ആ ക്രൂശിൽ. പിന്നെ യേശുവിൻ്റെ അകത്ത് ആരൊക്കെ ഉണ്ടായിരുന്നു? ലോക സ്ഥാപനത്തിന് മുമ്പേ ആരെയെല്ലാം കഴിഞ്ഞ വെള്ളിയാഴ്ച സ്ഥാപനത്തിന് മുമ്പേ കർത്താവ് ആരെ വിളിച്ചു വേർതിരിച്ചു? കർത്താവ് ആരെ കണ്ടു? ആരിൽ തിരഞ്ഞെടുത്തു? എഫേസ്യർ ലേഖനത്തിനകത്തുണ്ടല്ലേ. എങ്ങനെ തിരഞ്ഞെടുത്തു? കർത്താവ് ലോക സ്ഥാപനത്തിന് മുമ്പേ എന്നെ യേശുക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു അല്ലേ. അപ്പോൾ ആകാശം ഭൂമി ഉണ്ടാക്കുമ്പോൾ ഞാൻ എവിടെ ഇരുന്നു? യേശുവിൻ്റെ അകത്തിരുന്നു. യേശു സകലം സൃഷ്ടിച്ചപ്പോൾ ഞാൻ ആരിലിരിക്കുക? നിങ്ങൾ ആരിലിരിക്കുക? യേശുവിൻ്റെ അകത്ത് സകലത് സൃഷ്ടിച്ചപ്പോഴും ഞാൻ അവിടെ ഉണ്ട്, യേശുവിൽ ഉണ്ട്. പക്ഷേ ഞാൻ ഈ ഭൂമിയിൽ ജനിക്കേണ്ട സമയമായപ്പോഴാണ് ജനിച്ചത്. അപ്പോഴും ഞാൻ ആരിലുണ്ട്? യേശുവിലുണ്ട്. യേശു ഈ ഭൂമിയിൽ ഇറങ്ങി വന്നപ്പോഴോ, മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ വന്നപ്പോഴോ, അപ്പോഴും ഞാൻ എവിടെ ഇരിക്കുക? യേശുവിൻ്റെ അകത്തുണ്ടായിരുന്നു അല്ലേ. യേശുവിനെ അറസ്റ്റ് ചെയ്തപ്പോഴോ യേശുവിൻ്റെ അകത്ത് ആരുണ്ടായിരുന്നു? ഞാനുണ്ടായിരുന്നു അല്ലേ. കാരാഗ്രഹത്തിന് അവിടെ കൊണ്ട് വിസ്തരിക്കാൻ കൊണ്ടുപോയപ്പോഴോ യേശുവിൽ. കർത്താവിൻ്റെ എത്ര മക്കൾ സ്വർഗത്തിൽ പോകും അത്രയും മക്കളും യേശുവിലുണ്ടായിരുന്നു. ഇനി യേശു അടിച്ച് നുറുക്കപ്പെട്ടപ്പോഴോ, മുൾക്കിരീട് അടിച്ചപ്പോഴോ യേശുവിൽ ആരുണ്ടായിരുന്നു? നമ്മൾ ഉണ്ടായിരുന്നു. യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോഴോ യേശുവിൽ ആരുണ്ടായിരുന്നു? യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചതാരാ? യേശു ചാടി എഴുന്നേറ്റ് വരാൻ പറ്റൂലേ. പക്ഷെ ചാടി എഴുന്നേറ്റോ? പിതാവ് അവനെ മരിച്ചവരിൽ നിന്ന്
അപ്പോൾ യേശു ഉയർത്തപ്പോൾ ആ യേശുവിനോട് കൂടെ ആര് ഉയർത്തു? നിങ്ങൾക്ക് എത്രക്ക് മനസ്സിലായി? ഉയർത്തു ആരിരുന്നു? തക്ക സമയം ഈ ഭൂമിയിൽ ആരയച്ചു? നമ്മളെയൊക്കെ ആക്കി. ഒരു ദിവസം ക്രിസ്തുവിൽ തികഞ്ഞവരായി ഒരു ദിവസം എവിടെ ചെല്ലും? നമ്മൾ എവിടെ ഉള്ള ആൾക്കാരാ? സ്വർഗത്തിലുള്ളവരാണ്. ഹല്ലേലൂയ! സ്വർഗത്തിലുള്ള മക്കളാണ്. ഒരു ദിവസം കർത്താവ് നമ്മളിൽ നിറഞ്ഞ് കർത്താവാകുന്ന യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ യേശുക്രിസ്തു ഈ ഭൂമിയിൽ കർത്താവായ യേശുക്രിസ്തുവിനെ നമുക്ക് കണ്ടുമുട്ടാൻ ഒരു അവസരം തന്നു അല്ലേ? കണ്ടുമുട്ടിയപ്പോൾ അന്ന് നമ്മൾ യേശുവിലുണ്ടായിരുന്നു. കണ്ടുമുട്ടി അന്ന് ആരുടെ അകത്ത് യേശു ഇറങ്ങി? നമ്മുടെ അകത്ത്. അതുവരെയും യേശു നമ്മളെ ചുമന്നുകൊണ്ട് നടന്നു അല്ലേ? എവിടെ പോയാലും യേശുവിൻ്റെ അകത്ത് ആരുണ്ടായിരുന്നു? ഞാനുണ്ടായിരുന്നു. പക്ഷേ യേശുക്രിസ്തുവിനെ രക്ഷകരായി സ്വീകരിച്ചപ്പോൾ എൻ്റെ അകത്ത് ആര് വന്നു? യേശു വന്നു. അന്ന് മുതൽ എന്നിൽ ആര് നിറയാൻ തുടങ്ങി? യേശു. എൻ്റെ ജഗത്തിൻ്റെ പ്രവൃത്തികളെ ഒന്നൊന്നായി മരിപ്പിച്ച് എൻ്റെ കർത്താവിൻ്റെ അടുക്ക് എത്താൻ സെക്കൻഡുകൾക്കകത്താകുമ്പോൾ എന്നെ എല്ലാം നിറവിനാൽ നിറച്ചെവിടെ കൊണ്ടുപോകും? എൻ്റെ വീട്ടിൽ കൊണ്ടുപോകും. എൻ്റെ വീട് എവിടെയാ? സ്വർഗം. ഹല്ലേലൂയ!